Hello everyone, welcome back to Eduooz International Academy. Okay, അപ്പോൾ നമ്മൾ JLA ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് അല്ലേ JLA. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ JLAയുടെ സിലബസിനെ പറ്റിയെല്ലാം നിങ്ങൾക്ക് ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടി കാണും അല്ലേ? അപ്പോൾ നമുക്ക് പാർട്ട് 1 വരുന്നത് MLT ആണ്. ആദ്യത്തെ പാർട്ട് വരുന്നത് MLT സബ്ജക്ട്സ് ആണ്. അതിൽ ബേസിക് ആയിട്ടുള്ള ലബോറട്ടറി ടെക്നിക്സ്, അതുപോലെ തന്നെ പാത്തോളജി, ഹെമറ്റോളജി, സൈറ്റോളജി, അതുപോലെ ബയോകെമിസ്ട്രി ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മൈക്രോബയോളജി. ഓക്കെ, അപ്പൊ മൈക്രോബയോളജിയിൽ നമ്മൾ ഫുൾ ഇലാബറേറ്റ് ചെയ്ത് MLTക്ക് പഠിക്കുന്ന പോലെ അങ്ങനെ ഒരുപാട് പഠിക്കാനില്ല. നമ്മൾ ടോട്ടലി മൈക്രോബയോളജിയിൽ ബാക്ടീരിയോളജി, അതുപോലെ തന്നെ വൈറോളജി, മൈക്കോളജി, പാരസൈറ്റോളജി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പോ JLAയില് അത്രയധികം പഠിക്കാനില്ല മൈക്രോബയോളജിയിൽ. ജസ്റ്റ് ബാക്ടീരിയയുടെ മോർഫോളജി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. സ്റ്റെയിനിങ്, അതുപോലെ തന്നെ സെറോളജിക്കൽ ടെസ്റ്റ്. പിന്നെ പാരസൈറ്റോളജിയിലോട്ട് വരുവാണെങ്കിൽ മലേറിയ, ഫിലാരിയാസിസ്, അതിന്റെ ലബോറട്ടറി ടെക്നിക്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കൾച്ചർ മീഡിയ ആൻഡ് കൾച്ചർ മെത്തേഡ്സ് ആണ് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് കമന്റ് ചെയ്യാം. ആൻസർ നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The essential constituent of culture media derived from seaweeds that functions solely as a solidifying agent and provide no nutritional value. എന്താണത്? പെപ്റ്റോൺ ആണോ, മീറ്റ് എക്സ്ട്രാക്ട് ആണോ, അതോ ബ്ലഡ് ആണോ, അതോ അഗർ ആണോ? എന്താണ്? പ്രത്യേകിച്ച് ന്യൂട്രീഷണൽ വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല, പക്ഷേ ആ മീഡിയനെ സോൾഡിഫൈ ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മൾ കൾച്ചർ മീഡിയ പഠിക്കുന്ന ആ ഒരു സമയം മുതലേ നമ്മൾ ഈ ഒരു കോൺസ്റ്റുവന്റിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് ആൻസർ വരിക? ഒന്ന് കമന്റ് ചെയ്യോ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യോ. പെപ്റ്റോൺ, മീറ്റ് എക്സ്ട്രാക്ട്, ബ്ലഡ്, ദെൻ ലാസ്റ്റ് അഗർ. ഏതായിരിക്കും ആൻസർ വരുക? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാ, നമുക്ക് ഒന്നിച്ച് ആൻസർ ചെയ്ത് പോവാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി, അഗാർ അല്ലേ. ആരാണ് അഗാർ കണ്ടുപിടിച്ചത്? അഗാർ ആരാണ് കണ്ടുപിടിച്ചതെന്ന് അറിയാവോ? അഗാർ ആരാണ് കണ്ടുപിടിച്ചത്? അപ്പൊ നമ്മളിവിടെ ആൻസർ അഗാർ ആണ്. അഗാർ എന്താണ്? Agar is prepared from seaweeds ആണ് അല്ലെ. കൺസിസ്റ്റിംഗ് മെയിൻലി ഓഫ് ലോങ് ചെയിൻ പോളിസാക്കറൈഡ് ആൻഡ് ദെൻ ആക്ട് as എന്താണ്? ഒരു സോൾഡിഫൈങ് ഏജന്റ് ആണ്, വിത്തൗട്ട് പ്രൊവൈഡിങ് എനി ന്യൂട്രീഷൻ ടു മൈക്രോഗൻസ. ആ കൾച്ചർ മീഡിയയിൽ പ്രത്യേകിച്ച് ഒരു ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഒന്നും ഇല്ല, പക്ഷെ എന്നിരുന്നാലും ആ ഒരു കൾച്ചർ മീഡിയ എന്ന് പറയുമ്പോൾ അഗാർ ഇല്ലാണ്ട് ആ കൾച്ചർ മീഡിയക്ക്, സോളിഡ് മീഡിയക്ക് നിലനിൽപ്പില്ല. കാരണം സോൾഡിഫൈങ് ഏജന്റ് എന്ന് പറയുന്നത് അഗാർ ആണ്. ഓക്കെ, നമ്മളെല്ലാരും മീഡിയ എല്ലാരും പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണ് അല്ലെ. മൈക്രോബയോളജി ലാബിൽ എല്ലാരും പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണ്. അഗാർ മെൽറ്റ് ചെയ്യുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്? എത്ര ടെമ്പറേച്ചറിലാണ് അഗാർ മെൽറ്റ് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യൂ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാ, നമുക്ക് ഒന്നിച്ച് ആൻസർ ചെയ്ത് പോവാം. ഓക്കെ, എല്ലാരും ഒന്ന് കമന്റ് ചെയ്യോ. അഗാർ ആരാണ് കണ്ടുപിടിച്ചത്? അത് നമ്മൾ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മളൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കേൾക്കാവോ? അപ്പോ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആൻസർ വരിക അഗാർ ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അഗർ ടിപ്പിക്കലി മെൽറ്റ് അറ്റ് വിച്ച് ടെമ്പറേച്ചർ? എത്ര ടെമ്പറേച്ചറിലാണ്? 42 ആണോ, 98 ആണോ, 121 ആണോ, 75 ആണോ?
ഹലോ, ഓക്കെ ആണോ? ഓഡിയോ കേൾക്കാവോ അപ്പോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അഗർ ടിപ്പിക്കലി മെൽറ്റ് അറ്റ് വിച്ച് ടെമ്പറേച്ചർ? എത്ര ടെമ്പറേച്ചർ ആണ്? 42 ആണോ, 92 ആണോ, ദെൻ 121 ആണോ, ദെൻ ലാസ്റ്റ് ഓപ്ഷൻ ഡി 75. എത്രയാണ് വരുക? ഒന്ന് കമന്റ് ചെയ്യുക എല്ലാവരും, ഓപ്ഷൻ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം ആൻസർ, നമുക്ക് ഒന്നിച്ച് നോക്കാം. യെസ്, ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി ആണ്. അപ്പോ യെസ്, കുറച്ച് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്, 98ലാണ് ഓക്കെ മെൽറ്റ് ആവുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, peptone is a complex mixture used as a basic constituent in culture media and obtained through the digestion of learned meat or other protein material. By which process? ഏത് പ്രോസസ് ആണ്? coagulation, then hydration, proteolytic enzyme digestion, then insipidization. ഏതാണ് വരിക? പെപ്റ്റോൺ. നമ്മൾ കൾച്ചർ മീഡിയ പഠിക്കുമ്പോൾ നമ്മൾ പെപ്റ്റോണിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതാണ് വരിക? ഒന്ന് കമന്റ് ചെയ്യൂ എല്ലാരും. ഒന്ന് കമന്റ് ചെയ്യാവോ? ഓപ്ഷൻ സി. ഓക്കെ, ശ്രീകുട്ടി. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ കമന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, peptone is a complex mixture of partially digested protein obtained from lean meat or other protein material by digestion with proteolytic enzyme. Okay, proteolytic enzyme. Then next question നോക്കാം. Media containing agar in a concentration range of 0.2 to 0.5. എത്രയാണ്? 0.2 to 0.5 and used mainly to study the motility of microorganism are classified as എന്താണ്? solid media, liquid media, then semi solid media, then biphasic media. ഏതാണ് ആൻസർ? ഒന്ന് കമന്റ് ചെയ്യാവോ? ഏതാണ്? സി ആണ് അല്ലെ? സെമി സോളിഡ് മീഡിയ ആണ്. ഓക്കെ, സെമി സോളിഡ് മീഡിയ ആണ്. നമുക്ക് നമുക്ക് അഗാറിന്റെ കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചത് 0.2 to 0.5% ആണ്. അതിൽ മോട്ടിലിറ്റി ഓഫ് നമ്മൾ മോട്ടിലിറ്റി ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെമി സോളിഡ്, നമ്മൾ മോട്ടൈൽ ആയിട്ടുള്ള ഓർഗാനിസത്തിന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് അതിന്റെ മോട്ടിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ സെമി സോളിഡ് മീഡിയ യൂസ് ചെയ്യുന്നത് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ വേറെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ സോളിഡ് മീഡിയ യൂസ് ചെയ്യാറ്. നമ്മൾ അഗാർ തന്നെയാണ് യൂസ് ചെയ്യുക, പക്ഷെ യൂസ് ചെയ്യുന്ന ആ ഒരു കോൺസെൻട്രേഷൻ മാത്രം ഒന്ന് വ്യത്യാസം ഉണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ എത്രയാണ് പെർസെന്റേജ് വരിക? 0.2 to 0.5% ഓഫ് അഗാർ കോൺസെൻട്രേഷൻ. ആൻഡ് എന്താണ്? അത് സോഫ്റ്റ് ജെല്ലി ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ മോട്ടിലിറ്റി നോക്കുമ്പോൾ അതിങ്ങനെ ആ ഓരോ ഓർഗാനിസം വളർന്നു കാണാം അല്ലെ? ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Solid media are used to prepare pure culture and study colony characteristic, typically containing agar in concentration of എത്രയാണ്? സോളിഡ് മീഡിയയിൽ നമ്മളിപ്പോ കുറച്ച് നേരത്തെ കണ്ടു സെമി സോളിഡ് മീഡിയന്റെ കോൺസെൻട്രേഷൻ കണ്ടേ അല്ലെ? ഇവിടെ 0.5%, then 1.5 to 2%, then 1%, then 6%. എത്രയാണ് സോളിഡ് മീഡിയയിൽ? സോളിഡ് മീഡിയയിൽ എത്രയായിരിക്കും പെർസെന്റേജ് ഉണ്ടാവുക? എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ട് 0.22 ആണ് അല്ലെ? അപ്പൊ ഒരു നമ്മൾ മോട്ടിലിറ്റി ഒന്നും നോക്കാനല്ല, നമുക്കൊരു കൾച്ചർ ചെയ്തെടുക്കാൻ, പ്യുവർ കൾച്ചർ ചെയ്തെടുക്കാൻ അപ്പൊ നമ്മൾ ഏത് മീഡിയ ആയിരിക്കും, ഐ മീൻ ഏത് ആൾക്കാർ കോൺസെൻട്രേഷൻ ആയിരിക്കും യൂസ് ചെയ്യാ? യെസ്, ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി ആണ്, 1.5 to 2%. Then solid media require agar in the concentration 1.5 to 2%. Most commonly 1.3% ആണ് to solidify sufficiently to support bacterial colony in their physical form. Okay, then next question നോക്കാം. What is the term used for culture media that consist of both solid and liquid media such as Castaneda media used for blood culture? അത് എന്ത് മീഡിയ ആണ്? എന്താണ്? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു സെമി സോളിഡ് മീഡിയ ഉണ്ട്, ലിക്വിഡ് മീഡിയ ഉണ്ട്, സോളിഡ് മീഡിയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ എന്താ പറയണേ? രണ്ട് മീഡിയ ഉണ്ട്, ബോത്ത് സോളിഡ് ആൻഡ്
ലിക്വിഡ് മീഡിയ. അപ്പൊ അതിനെന്ത് പറയും? കോംപ്ലക്സ് മീഡിയ എന്നാണോ, എൻറിച്ച്ഡ് മീഡിയ എന്നാണോ, അതോ ബൈഫേസിക് മീഡിയ എന്നാണോ, അതോ ഇൻഡിക്കേറ്റർ മീഡിയ എന്നാണോ? എന്താ പറയുക? എന്ത് പറയും? കാരണം സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട് അല്ലെ? അപ്പൊ എന്ത് പറയും? എന്താ പറയാ? യെസ്, ബൈഫേസിക് മീഡിയ ആണ്. ഈ കാസ്റ്റനഡ മീഡിയം, അത് കാസ്റ്റനഡ മീഡിയം ഏത് ഓർഗാൻസിനാണെന്ന് അറിയാവോ? ഒന്ന് കമന്റ് ചെയ്യാവോ? ഏത് ഓർഗാൻസിനാണ് ഈ കാസ്റ്റനഡ മീഡിയം യൂസ് ചെയ്യാറ്? ഏത് ഓർഗാൻസിനാണ്? ഒരു സൂണോട്ടിക് ഡിസീസ് ആണ് ആ ഒരു ഓർഗാനിസം കോസ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. ഏതാണ്? ഏത് ഓർഗാനിസം ആണെന്ന് അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് കമന്റ് ചെയ്യോ? ഈ ബൈഫേസിക് കാസ്റ്റനഡ മീഡിയം ഏത് ഓർഗാൻസിനാണ്? ഏത് ഓർഗാൻസിനാണ്? ഒന്ന് കമന്റ് ചെയ്തോ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഒന്ന് കമന്റ് ചെയ്ത എല്ലാരും. ഈ കാസ്റ്റനഡ മീഡിയം എന്താണ്? ബോത്ത് സോളിഡ് ആൻഡ് ലിക്വിഡ് ആണ്. യെസ്, ബ്രൂസെല്ല. ബ്രൂസെല്ലക്കാണ്. ഓക്കെ, ചിപ്പി. ഓക്കെ, വെരി ഗുഡ്. ബ്രൂസെല്ല ആണ്. ബ്രൂസെല്ലോസിസ് എന്താണ്? സൂണോട്ടിക് ഡിസീസ് ആണ് അല്ലെ? Then liquid media which do not containing any solidifying agent like agar or gelatin are commonly referred to as a base media, then broths, peptone waters, then extracts. എന്താണ്? ലിക്വിഡ് മീഡിയ, അതിൽ സോളിഡിഫൈങ് ഏജന്റ് ഇല്ല അല്ലെ? കോമൺലി റിഫേഴ്സ് ടു എന്ത് പറയും? എന്താ പറയാ ഇതിനെ? ബേസ് മീഡിയ എന്നാണോ, അതല്ലെങ്കിൽ ബ്രോത്ത് എന്നാണോ, അല്ലെങ്കിൽ പെപ്റ്റോൺ വാട്ടർ എന്നാണോ, അല്ലെങ്കിൽ എക്സ്ട്രാക്ട് എന്നാണോ? എന്ത് പറയും? ഇവരെന്ത് പറയും? യെസ്, ബ്രോത്ത് എന്നാണ് പറയുന്നത്. ന്യൂട്രിയൻ ബ്രോത്ത് അല്ലെ? അങ്ങനെയല്ലേ പറയാ? ന്യൂട്രിയൻ ബ്രോത്ത് എന്നാണ്. ലിക്വിഡ് മീഡിയ ഡു നോട്ട് കണ്ടെയ്ൻ സോളിഡിഫൈങ് ഏജന്റ് ആൻഡ് ഓൾസോ കോൾഡ് ബ്രോത്ത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ട്രിപ്റ്റിക് സോയ് ബ്രോത്ത്, ന്യൂട്രിയൻ ബ്രോത്ത് ഒക്കെ വരും. ഓക്കെ, then next question നോക്കാം. A medium having a non-concentration of ingredient produced from pure chemical substances and often used in scientific research. For example, Sapec Dox medium is known as complex medium, general purpose medium, synthetic medium, simple medium. എന്താണ്? എന്താ പറയുക? എന്താ പറഞ്ഞതാല്? നോൺ കോൺസെൻട്രേഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് ആണ് പ്രൊഡ്യൂസ്ഡ് ഫ്രം പ്യുവർ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് ഓഫൻ യൂസ്ഡ് എസ് എ സയന്റിഫിക് റിസർച്ച്. അതിനെന്ത് പറയും? കോംപ്ലക്സ് മീഡിയം എന്നാണോ, അല്ലെങ്കിൽ ജനറൽ പർപ്പസ് മീഡിയം എന്നാണോ, അല്ലെങ്കിൽ സിന്തറ്റിക് മീഡിയം എന്നാണോ, സിമ്പിൾ മീഡിയം എന്നാണോ? എന്ത് പറയും? എന്ത് പറയും? യെസ്, ഓപ്ഷൻ സി, സിന്തറ്റിക് മീഡിയം ആണ്. ഓക്കെ, ആർഷ, ആതിര, ചിപ്പി, ഓക്കെ, രമ്യ, എല്ലാരും സി ആണ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ശരത്, ഓക്കെ, ദർശന, പ്രവീൺ, എല്ലാവരും സി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സിന്തറ്റിക് മീഡിയ ആർ കെമിക്കലി ഡിഫൈൻഡ് മീഡിയ പ്രൊഡ്യൂസ്ഡ് ഫ്രം പ്യുവർ കെമിക്കൽ സബ്സ്റ്റൻസസ് ആൻഡ് മീനിങ് ദേ ഹാവ് എ നോൺ കോൺസെൻട്രേഷൻ ഓഫ് എവരി ഇൻഗ്രീഡിയൻസ്. Okay, then next, complex media are defined as a media containing nutrients in which characteristic state nutrients added in known quantities, nutrient added unknown quantities, and only pure chemical substances, only basal components. ഏതാണ് വരുക? Complex media are defined as a media containing nutrient in which characteristic state. ഏത് സ്റ്റേറ്റിലാണ്? nutrient added known quantities ആണോ, nutrients added unknown quantities ആണോ, ഓൺലി പ്യുവർ കെമിക്കൽ സബ്സ്റ്റൻസ് ആണോ, ഓൺലി ബേസൽ കമ്പോണൻസ് ആണോ? എന്താണ്? ഒന്ന് കമന്റ് ചെയ്യാവോ? കോംപ്ലക്സ് മീഡിയ ന്യൂട്രിയൻസ് ഇൻ ഏത് ക്യാരക്ടറിസ്റ്റിക് സ്റ്റേറ്റിലാണ്? ഓപ്ഷൻ ബി അല്ലെ, ന്യൂട്രിയൻ ആഡഡ് അൺനോൺ ക്വാണ്ടിറ്റീസ് ആണ്. കോംപ്ലക്സ് മീഡിയ കണ്ടെയ്നിങ് ന്യൂട്രിയൻസ് അൺനോൺ ക്വാണ്ടിറ്റീസ് ആണ് ദാറ്റ് എന്താണ് ആർ ആഡഡ് ടു ബ്രിങ് അബൌട്ട് പാർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ മൈക്രോബിയൽ സ്റ്റെയിൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, then next, basal media also known as a general purpose media, for example nutrient broth, nutrient agar, okay, are considered which type of media in term selection? എന്ത് മീഡിയ ആണ്? സെലക്റ്റീവ് മീഡിയ ആണോ, നോൺ സെലക്റ്റീവ് മീഡിയ ആണോ, ഇൻഡിക്കേറ്റർ മീഡിയ ആണോ, എൻറിച്ച്മെന്റ് മീഡിയ ആണോ? എന്താണ്? basal media also known as a general purpose media, nutrient broth, nutrient agar ഒക്കെ consider which type of media? സെലക്റ്റീവ് ആണോ, അതോ നോൺ സെലക്റ്റീവ് ആണോ, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ആണോ, എൻറിച്ച്മെന്റ് ആണോ? ജസ്റ്റ് ന്യൂട്രിയൻ ബ്രോത്തും ന്യൂട്രിയൻ അഗാർ ആണ്. എന്താണ്? നോൺ സെലക്റ്റീവ് മീഡിയ ആണ് അല്ലെ? ജസ്റ്റ് ഒരു ന്യൂട്രിയൻ ബ്രോത്തും ഒരു ബേസൽ മീഡിയ ആണ്. Then media prepared by adding additional substances like blood, serum, egg yolk and to the basal medium to support the growth of fastidious ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പല എക്സ്ട്രാ സബ്സ്റ്റൻസ് ഒക്കെ ആഡ് ചെയ്യും അല്ലെ? ബ്ലഡ് ആഡ് ചെയ്യാം, സെറം ആയിരിക്കാം, എഗ് യോക്ക് ആയിരിക്കാം. ഓക്കെ, അതിനെന്ത് പറയും? സെലക്റ്റീവ് മീഡിയ
എൻറിച്ച്മെന്റ് മീഡിയ, ഡിഫറൻഷ്യൽ മീഡിയ, എൻറിച്ച്ഡ് മീഡിയ. എന്ത് പറയും അതിനെ? നമ്മൾ ഫാസ്റ്റിഡിയസ് ആയിട്ടുള്ള ഓർഗാൻസിനെ വളർത്താൻ വേണ്ടി നമ്മൾ കുറച്ച് ബ്ലഡോ സെറോ എഗ് യോക്കോ ഒക്കെ നമ്മൾ ബേസൽ മീഡിയയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ? എന്ത് പറയും? യെസ്, എൻറിച്ച്ഡ് മീഡിയ എന്നാണ്. Enriched media are prepared by adding substances such as blood, serum or egg yolk to the basal medium to grow fastidious microorganisms that require additional nutrients. Okay. Which type of medium allow the growth of certain microbes while actively inhibiting the growth of others, often through the addition of antibiotic, dyes or bile salt? എന്താ അതിനെ പറയാ? ബേസൽ മീഡിയ എന്നാണോ, സെലക്റ്റീവ് മീഡിയ എന്നാണോ, ഇൻഡിക്കേറ്റർ മീഡിയ എന്നാണോ, സിമ്പിൾ മീഡിയ എന്നാണോ? എന്താ പറഞ്ഞത്? ആകെ നമുക്ക് ആവശ്യമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ മാത്രമേ വളർത്തുള്ളൂ, ബാക്കിയുള്ള ആൾക്കാരെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യുക ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആന്റിബയോട്ടിക്കോ ഡൈയോ ബൈൽ സോൾട്ടോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. എന്താ പറയാ അവരെ? സെലക്റ്റീവ് ആയിട്ടല്ലേ അവര് ഓർഗാനിസത്തെ വളർത്തണേ. അപ്പൊ അതെന്താ? സെലക്റ്റീവ് മീഡിയ ആണ് അല്ലെ? സെലക്റ്റീവ് മീഡിയ ആർ അഗാർ ബേസ്ഡ് മീഡിയ used to isolate microorganisms by allowing the growth of certain microbe. ബാക്കിയുള്ള എന്ത് ചെയ്യും? By inhibiting others via addition of substances like antibiotic, bile salt ഒക്കെ. സെലക്റ്റീവ് മീഡിയക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറയാമോ? സെലക്റ്റീവ് മീഡിയ ഓക്കെ ശരിയാണ്, ആന്റിബയോട്ടിക് ഡൈയും ബൈൽ സോൾട്ട് ഒക്കെ ആഡ് ചെയ്ത് ആവശ്യമുള്ള ആൾക്കാരെ മാത്രം വളർത്തുന്നു. ആരൊക്കെയാണ് ആവശ്യമുള്ള ആൾക്കാർ? ഏതൊക്കെ? നമ്മളിപ്പോ ഓരോ ബാക്ടീരിയക്കും സ്പെഷ്യൽ ആയിട്ട് സെലക്റ്റീവ് ആയിട്ട് ഒരു സ്പെഷ്യൽ മീഡിയ ഉണ്ടായിരിക്കും അല്ലെ? ഏതാണത്? ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാവോ? നമ്മൾ സെലക്റ്റീവ് മീഡിയ ഏതാണ്? സെലക്റ്റീവ് മീഡിയ സെലനേറ്റ് എഫ് ബ്രോത്ത്. അത് എന്ത് മീഡിയ? സെലനേറ്റ് എഫ് ബ്രോത്ത് എന്ത് മീഡിയ? സെലനേറ്റ് എഫ് ബ്രോത്ത് എന്ത് മീഡിയ വരിക? അത് എൻറിച്ച്മെന്റ് മീഡിയ ആണ് വരിക. മെക്കോങ്കി ഒരു സെലക്റ്റീവ് മീഡിയ ആണ്. മെക്കോങ്കിയിലെ ഒരു എന്താ പറയാ ഡിഫറൻഷ്യൽ വശം നോക്കുമ്പോൾ നമ്മൾ ലാക്ടോസ് ആണോ നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സ് ആണോ നോക്കും. അതിന്റെ ഒരു സെലക്റ്റീവ് വശം നോക്കുകയാണെങ്കിൽ ഗ്രാം പോസിറ്റീവ് ആയാലും അവർ ഇൻഹിബിറ്റ് ചെയ്ത് ഗ്രാം നെഗറ്റീവിനെ മാത്രം അവിടെ വളർത്തുന്നു അല്ലേ? ഓക്കെ. ഈ TCBS അത് ആർക്കുള്ളതാ? TCBS എന്താ ഫുൾ ഫോം? TCBSന്റെ ഫുൾ ഫോം എന്താ? അത് ഏത് ബാക്ടീരിയക്കാണ് ഈ TCBS? വിബ്രിയോ കോളറയ്ക്കാണ്. ഓക്കെ, വെരി ഗുഡ്. എന്താ ഫുൾ ഫോം? TCBS എന്താ ഫുൾ ഫോം? DC ഉണ്ട്. ഓക്കെ. XLD ഓക്കെ. സാൽമണലയ്ക്ക് ഓക്കെ. തയോസൾഫേറ്റ് സിട്രേറ്റ്, ബൈൽ സോൾട്ട്, സുക്രോസ് അല്ലെ? ഈ TCBS മീഡിയയില് വിബ്രിയോ കോളറ ഏത് കളർ കോളനീസാ കാണപ്പെടുക? ഏത് കളർ കോളനീസിലാണ് കാണപ്പെടുക? ആ കളർ ഓഫ് എങ്ങനെയായിരിക്കും ആ കളർ ഉണ്ടായിരിക്കുക? ഒരു ഗ്രീൻ കളർ ആണ് മീഡിയ. അതിൽ ഏത് കളറിലാണ് ഈ വിബ്രിയോ കോളറ കാണപ്പെടുക? ഏത് കളറിലാണ് കാണപ്പെടുക? യെല്ലോ. യെസ്, യെല്ലോ കളറിലാണ് കാണുക. ഓക്കെ. ഈ സെട്രിമൈഡ് അഗാർ പഠിച്ചിട്ടുണ്ടോ? സെട്രിമൈഡ് അത് ഏത് ബാക്ടീരിയക്കാ? TCBS ഓക്കെ, വിബ്രിയോ കോളറ ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സെട്രിമൈഡ് യെസ്, സ്യൂഡോമോണാസ് എയറോജിനോസൊക്കെയാണ് അല്ലെ? സ്യൂഡോമോണാസ് എയറോജിനോസൊക്കെയാണ്. അപ്പൊ ഓരോന്നിനും സ്പെഷ്യൽ ആയിട്ട് ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ ഒക്കെ ഉണ്ട്. ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ ഒക്കെ അതേതിനാണ്? ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ ആർക്കാ? ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ അത് വിബ്രിയോ കോളറയ്ക്ക് ഉള്ളതാണ് അല്ലെ? എൻറിച്ച്മെന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ഈ മീഡിയയിൽ ഒരു ലിക്വിഡ് മീഡിയ ഒക്കെ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത് ഡിസ്കവർ അതൊക്കെ ലൂയിസ് പാസ്റ്റർ ആണ്. ദെൻ സോളിഡ് മീഡിയ റോബർട്ട് കോച്ചിന്റെ ഒരു ഏരിയ ആണ്. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഫാനി ഹെസയൊക്കെയാണ് അഗാർ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് സോളിഡ് മീഡിയ ആദ്യം യൂസ് ചെയ്തതൊക്കെ റോബർട്ട് കോച്ച് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ആൻസർ എന്താണ് ഇത് പറഞ്ഞു അല്ലെ? സെലക്റ്റീവ് മീഡിയ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് liquid medium is used to increase the relative concentration of a specific type of microbe, like fecal or soil microorganism before they are cultured on a solid plate? Enriched media, differential media, then enrichment media, indicator media. ഏതാണ്? Which type of liquid medium?
വിച്ച് ടൈപ്പ് ഓഫ് ലിക്വിഡ് മീഡിയം? ലിക്വിഡ് മീഡിയം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ. യൂസ് ടു ഇൻക്രീസ് ദ റിലേറ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് മൈക്രോബ്സ്. ഏതാണ്? എൻറിച്ച്മെന്റ്. ലിക്വിഡ് മീഡിയ എന്ന് പറയുമ്പോൾ എൻറിച്ച്മെന്റ് മീഡിയ. ഏതൊക്കെയാണ് എൻറിച്ച്മെന്റ് മീഡിയക്ക് എക്സാമ്പിൾ? നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച്. ഏതൊക്കെയാണ് എൻറിച്ച്മെന്റ് മീഡിയക്ക് എക്സാമ്പിൾ? ഏതൊക്കെ എക്സാമ്പിൾ ഏതൊക്കെ? സെലനേറ്റ് ഓഫ് ബ്രോത്ത് നമ്മൾ പറഞ്ഞു അല്ലെ, സാൽമണലൊക്കെ ഉള്ളതാണ്. ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ അത് വിബ്രിയോ കോളറൊക്കെ ഉള്ളതാണ്. അപ്പൊ അതൊക്കെ എൻറിച്ച്മെന്റ് മീഡിയ ആണ് വരിക. ഓക്കെ, എൻറിച്ച്മെന്റ് മീഡിയ ആർ ലിക്വിഡ് മീഡിയ യൂസ് ടു ഇൻക്രീസിംഗ് ദ റിലേറ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് certain microbes before culturing them on a solid medium plate. They inhibit commensal species in clinical specimens. Okay, then next നോക്കാം. Salinate of broth, liquid medium used as an example of which type of media? നമ്മളിപ്പോ തന്നെ പറഞ്ഞുള്ളൂ അല്ലെ, പറഞ്ഞ് നാക്കെടുത്ത് നമ്മൾ തിരിച്ചിട്ടില്ല. അപ്പൊ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നു. എൻറിച്ച്ഡ് മീഡിയ ആണോ, ഇൻഡിക്കേറ്റർ മീഡിയ ആണോ, എൻറിച്ച്മെന്റ് മീഡിയ ആണോ, ബേസൽ മീഡിയ ആണോ? അത് സിമ്പിൾ ആണ്. സെലനേറ്റ് ഓഫ് ബ്രോത്ത് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാതെ തന്നെ പറയാം എൻറിച്ച്മെന്റ് മീഡിയ ആണ് അല്ലെ. ആർക്കുള്ളതാണ്? ഏത് ഓർഗാൻസിനാണ്? സാൽമണലയ്ക്കുള്ളതാണ്. Then McConkie agar is an example of medium that containing substances which help to distinguish differing characteristic of bacteria classified as a basal medium, selective medium only, differential medium, then transport medium. ഏതാണ്? McConkie agar is an example of medium that containing substances which help to distinguish differing characteristic of bacteria, classifying is as a എങ്ങനെയാണ്? യെസ്, ഡിഫറൻഷ്യൽ മീഡിയ ആണ് അല്ലെ. ലാക്ടോസ് ഫെർമെന്റേഴ്സ്, നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സ് എന്നൊക്കെ. McConkie agar is an example of differential medium because it contains substances that help to distinguish differing characteristic bacteria. ലാക്ടോസ് ഫെർമെന്റേഴ്സ് ആണോ, നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സ് ആണോ? ഈ ലാക്ടോസ് ഫെർമെന്റേഴ്സ് ഏത് കളർ കോളനീസിലാണ് കാണപ്പെടുക? ഈ മെക്കോങ്കിയില് ഏത് കളർ കോളനീസിലാണ് കാണപ്പെടുക? ഏതായിരിക്കും ആ കളർ? ആ കോളനിക്ക് എന്ത് കളർ ആയിരിക്കും ഉണ്ടായിരിക്കുക? എന്ത് കളർ ആയിരിക്കും ഉണ്ടായിരിക്കുക? ഒന്ന് കമന്റ് ചെയ്യാവോ? ഏത് കളർ കോളനിയാണ് നമ്മൾ മെക്കോങ്കി? നമ്മൾ പറഞ്ഞു ഡിഫറൻഷ്യൽ മീഡിയ ആണ്. അപ്പൊ ഏത് കളർ കോളനീസ് കാണപ്പെടുക? ഓക്കെ, പിങ്ക് കളർ കോളനീസ് ആണ് അല്ലെ. പിങ്ക് കളർ കോളനിയാണ്. Then next question നോക്കാം. Media that containing an indicator which changes color when the bacterium grow in them. For example പറയുകയാണെങ്കിൽ blood agar and McConkie agar are refers to as a synthetic medium, indicator medium, then anaerobic media, then last transport media. എന്താ പറഞ്ഞത്? മീഡിയയില് ഇൻഡിക്കേറ്റർ ഉണ്ട് അല്ലെ, അത് which changes color when the bacteria, നമ്മൾ ആ ബാക്ടീരിയ നമ്മൾ ഇൻക്യുബേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ബാക്ടീരിയയുടെ കളർ അങ്ങ് മാറും അല്ലെ. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ബ്ലഡ് അഗാറും മെക്കോങ്കി അഗാറും ഒക്കെയാണ് പറയുന്നത്. അവരെ എന്താ പറയാ? സിന്തറ്റിക് മീഡിയ എന്നാണോ, ഇൻഡിക്കേറ്റർ മീഡിയ എന്നാണോ, അതോ അനേറോബിക് മീഡിയ എന്നാണോ? ദെൻ ലാസ്റ്റ് ട്രാൻസ്പോർട്ട് മീഡിയ. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്, ഇൻഡിക്കേറ്റർ മീഡിയ ആണ്. ഓക്കെ, ഇൻഡിക്കേറ്റർ മീഡിയം കണ്ടെയ്നിങ് ഇൻഡിക്കേറ്റർ ദാറ്റ് ചേഞ്ചസ് കളർ വെൻ ദ ബാക്ടീരിയം ഗ്രോ ഇൻ ദം. എക്സാമ്പിൾ ഏതാണ്? ഇൻഡിക്കേറ്റർ മീഡിയക്ക് എക്സാമ്പിൾ ഏതാണ്? എക്സാമ്പിൾ ഏതാ ഇൻഡിക്കേറ്റർ മീഡിയക്ക്? ഒരു 1-2 എക്സാമ്പിൾസ് ഒന്ന് പറയാവോ ഇൻഡിക്കേറ്റർ മീഡിയക്ക്? ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ഇൻഡിക്കേറ്റർ മീഡിയ ആണ്, അതിൽ കളർ ചേഞ്ചസ് അല്ലെ, ബ്ലഡ് അഗാറും മെക്കോങ്കി അഗാറും. വേറെ 2-3 എക്സാമ്പിൾസ് ഒന്ന് പറയോ? വേറെ എക്സാമ്പിൾസ്? നമ്മൾ ഈ TSI ഏതാ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നേ? TSI ഏതാ ഇൻഡിക്കേറ്റർ? TSI ഏതാ ഇൻഡിക്കേറ്റർ? ആരാണ് ആഡ് ചെയ്യുന്നേ? ഏത് കളറാ? എന്താ ആഡ് ചെയ്യുന്നേ? എന്താ ആഡ് ചെയ്യുന്നേ? TSI നമ്മൾ ബയോകെമിക്കൽ അല്ലെ, ബയോകെമിക്കൽ ടെസ്റ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് TSI അല്ലെ. നമ്മൾ ആസിഡ് ഫെർമെന്റേഷനും അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ നമ്മൾ H2S പ്രൊഡക്ഷൻ ഒക്കെ നോക്കും അല്ലെ. നമ്മൾ ഫിനോൾ ഏതാണ്? നമ്മൾ മുന്നത്തെ കമന്റ് ഓക്കെ ഏതാണ്? ബ്രോമോതൈമോൾ ബ്ലൂ. ബ്രോമോതൈമോൾ ബ്ലൂല് ഏതാ? ബ്രോമോതൈമോൾ ബ്ലൂ ഏതിലാ ആഡ് ചെയ്യണത്? ഏത് മീഡിയയിലാ ബ്രോമോതൈമോൾ ബ്ലൂ ഏതിലാ ആഡ് ചെയ്യുന്നേ? ബ്രോമോതൈമോൾ ബ്ലൂ ഏതിലാ ആഡ് ചെയ്യാ? ഏത് മീഡിയയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളേ? സിമ്മൺ സിട്രേറ്റിലാണ് അല്ലെ. എന്താ കളർ ചേഞ്ച് ഉണ്ടാവുക? എന്ത് കളർ ചേഞ്ച് ഉണ്ടാവുക?
സിമൺ സിട്രേറ്റ് നമ്മൾ ഇംബിക്കലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് അല്ലെ സിട്രേറ്റ്. ലാസ്റ്റ് ഇംബിക്കലെ ഇൻഡോൾ മീഥൈൽഡേറ്റ് വോഗസ് പെർസ്കസ് ദെൻ ലാസ്റ്റ് ആണ് സിട്രേറ്റ് വരുന്നത്. അതിലാണ് ബ്രോമോൾ തൈമോൾ ബ്ലൂ ആണ് ഇൻഡിക്കേറ്റർ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മീഡിയാസും അതിന്റെ ഇൻഡിക്കേറ്റർ യൂസ്ഡ് നോക്കാം. ഓക്കെ, മെക്കോങ്കിയിൽ ഏതായിരുന്നു? ന്യൂട്രൽ റെഡ് ആണ്. ദെൻ XLD സൈലോസ് ഐസിൻ ഡിയോക്സികൊളേറ്റ് അഗാറിൽ ഫീനോൾ റെഡ് ആണ്. ഓക്കെ, EMBയിൽ ഇയോസിൻ മെത്തിലിൻ ബ്ലൂ, അതിൽ ഇയോസിൻ വൈ ആൻഡ് മെത്തിലിൻ ബ്ലൂ ആണ്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യാം. EMBയിൽ ഏതാണ്? EMB ഏത് ബാക്ടീരിയക്കാണ് EMB? ഏത് ബാക്ടീരിയക്കാണ് EMB ഉപയോഗിക്കുന്നത്? ഏത് ബാക്ടീരിയക്കാ EMB യൂസ് ചെയ്യുന്നത്? ഏത് ബാക്ടീരിയക്കാ? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാരും. EMB നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ബാക്ടീരിയക്കാണ്? ഏത് ബാക്ടീരിയക്കാ? EMB ഈ വെച്ച് തന്നെ തുടങ്ങുന്നതാണ് അല്ലെ. ഈ വെച്ച് തുടങ്ങുന്ന ഒരു ബാക്ടീരിയക്കാണ്. ഏത് ബാക്ടീരിയക്കാ നമ്മൾ EMB യൂസ് ചെയ്യുന്നത്? ഏത് ബാക്ടീരിയക്കാ? ഇയോസിൻ വൈ ആൻഡ് മെത്തിലിൻ ബ്ലൂ ആണ് അതിലെ ഇൻഡിക്കേറ്റർ. ഓക്കെ, നമ്മൾ ഇക്കോളയ്ക്കല്ലേ യൂസ് ചെയ്യുന്ന EMB. ഇക്കോള എങ്ങനെയാ EMBയിൽ കാണപ്പെടുക? ഏത് കളറിലാ കാണപ്പെടുക? നല്ലൊരു ഗ്രീൻ മെറ്റാലിക് ഷീൻ അല്ലെ. നല്ലൊരു ഗ്രീൻ മെറ്റാലിക് ഷീൻ ആണ് കാണപ്പെടുക. ദെൻ TCBS തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈൽസോൾട്ട് സൂക്രോസ് അഗാർ, അതിൽ ബ്രോമോ തൈമോൾ ബ്ലൂ ആണ്. അത് ഏത് ബാക്ടീരിയക്കായിരുന്നു? വിബ്രിയോ കോളറയ്ക്കായിരുന്നു. ഓക്കെ, ദെൻ ലോവൻസൺ ജെൻസൺ മീഡിയം മാലക്കൈറ്റ് ഗ്രീൻ ആണ് അതിൽ ഇൻഡിക്കേറ്റർ. LJ മീഡിയം അത് ഏത് ബാക്ടീരിയക്കാ? LJ മീഡിയം ഏത് ബാക്ടീരിയക്കാ? ഏത് ബാക്ടീരിയക്കാണ് നമ്മൾ LJ മീഡിയം യൂസ് ചെയ്യുന്നത്? ഏത് ബാക്ടീരിയക്കാണ്? LJ മീഡിയം? യെസ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസ് ആണ് അല്ലെ. TSI ട്രിപ്പിൾ ഷുഗർ അയൺ അഗാർ ഫിനോൾ റെഡ് ആൻഡ് ഫെറിക് അമോണിയം സിട്രേറ്റ് ആണ്. ഫിനോൾ റെഡ് നമ്മൾ ആ ഒരു ആസിഡ് ഫെർമിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് കളർ ചേഞ്ച് ആ കാണാ? നല്ല യെല്ലോ കളർ കാണപ്പെടും അല്ലെ. നമ്മൾ TSIയുടെ റിസൾട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് ആൽക്ലൈൻ സ്ലാൻ അല്ലെങ്കിൽ ആസിഡ് സ്ലാൻ ആൽക്ലൈൻ ബട്ട് അല്ലെങ്കിൽ ആസിഡ് ബട്ട് ആസിഡ് സ്റ്റാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു TSIന്റെ റിസൾട്ട് ചെയ്തത് അല്ലെ. K/K A/K അങ്ങനെയാണ് നമ്മൾ എഴുതുക. പിന്നെ H2S പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, അങ്ങനെയല്ലേ നമ്മൾ TSIന്റെ റിസൾട്ട് ചെയ്താ. ഓക്കെ, അപ്പൊ അവിടെ ഫിനോൾ റെഡും ഫെറിക് അമോണിയം സിട്രേറ്റ് ആണ് ഇൻഡിക്കേറ്റർ. നമ്മൾ H2S പ്രൊഡക്ഷൻ നോക്കുന്നുണ്ട്. ദെൻ യൂറിയസ് മീഡിയം ക്രിസ്റ്റൻസൻസ് മീഡിയ ആണ്. ഫീനോൾ റെഡ് ആണ് അതിൽ ഇൻഡിക്കേറ്റർ. അതുപോലെ മാനിറ്റോൾ സോൾട്ടഗർ MSAയിലും ഫീനോൾ റെഡ് തന്നെയാണ് ഇൻഡിക്കേറ്റർ. അപ്പൊ ഓരോ മീഡിയയിലും ഏതാണ് ഇൻഡിക്കേറ്റർ എന്നത് ഇമ്പോർട്ടന്റ് ആണോ അതൊന്ന് നോക്കി വെക്കുക. Then next question നോക്കാം. What is the primary purpose of transport media for clinical specimen? എന്താണ് clinical specimen? Transport mediaയുടെ ഒരു primary purpose to allow profuse growth and multiplication of pathogen, to enhance the concentration of commensals, to maintain the viability of potential pathogens and prevent overgrowth of commensals, to achieve complete anaerobiosis. എന്താ ട്രാൻസ്പോർട്ട് മീഡിയയുടെ ട്രാൻസ്പോർട്ട് മീഡിയ എന്തിനാ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഒരുപാട് ട്രാൻസ്പോർട്ട് മീഡിയ അറിയാം. യെസ്, ഓപ്ഷൻ C ആണ്. ഓക്കെ, വെരി ഗുഡ് സന്ധ്യ. ഓക്കെ, ആതിര. ഓക്കെ, വെരി ഗുഡ്. ടു മെയിൻറ്റെയിൻ ദ വയബിലിറ്റി ഓഫ് പൊട്ടൻഷ്യൽ പാത്തോജൻസ് ആൻഡ് പ്രിവെന്റ് ഓവർ ഗ്രോത്ത് ഓഫ് കമൻസെൽസ് ആണ് അല്ലെ. നമ്മൾ ആ ക്ലിനിക്കൽ സ്പെസിമെനെ നമുക്ക് അതുപോലെ തന്നെ വെക്കണം അല്ലെ. ഓവർ ഗ്രോത്ത് ഒന്നും സംഭവിക്കാനായിട്ട് പാടില്ല. അപ്പൊ അതിനാണ് നമ്മൾ ട്രാൻസ്പോർട്ട് മീഡിയ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ട്രാൻസ്പോർട്ട് മീഡിയക്ക് എക്സാമ്പിൾസ്? ഏതൊക്കെയാ ട്രാൻസ്പോർട്ട് മീഡിയയുടെ എക്സാമ്പിൾസ് ഏതൊക്കെയാ? ഒന്ന് കമന്റ് ചെയ്യാവോ? ട്രാൻസ്പോർട്ട് മീഡിയക്ക് ഇപ്പൊ നമ്മള് ഡിഫറൻഷ്യൽ മീഡിയ കണ്ടു, സെലക്ടീവ് മീഡിയ കണ്ടു, എൻറിച്ച്മെന്റ് മീഡിയ കണ്ടു, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് മീഡിയസ് ഒക്കെ കണ്ടു. ഇൻഡിക്കേറ്റർ മീഡിയ, അങ്ങനെ എല്ലാ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു അല്ലെ. യെസ്, സ്റ്റുവർട്ട് മീഡിയ. ഓക്കെ, ഏത് സ്റ്റുവർട്ട് മീഡിയ ഏത് ബാക്ടീരിയക്കാ? നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ബാക്ടീരിയക്ക് ഒരു ട്രാൻസ്പോർട്ട് മീഡിയ ആയിരിക്കുമല്ലോ. അപ്പോൾ സ്റ്റുവർട്ട് മീഡിയ നമ്മൾ ഏത് ബാക്ടീരിയക്കാണ് നമ്മൾ സ്റ്റുവർട്ട് മീഡിയ യൂസ് ചെയ്യുന്നത്? നീസേരിയക്കാണ്. ഓക്കെ, വെരി ഗുഡ്, നീസേരിയക്കാണ്. ദെൻ വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ മീഡിയ നമ്മൾ അത് ഏത് ബാക്ടീരിയക്കാണ്? വിബ്രിയോ കോളറയ്ക്കാണ് അല്ലെ. വിബ്രിയോ കോളറയ്ക്കാണ്. ഈ സ്റ്റുവർട്ട് മീഡിയയുടെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ആമിസ് മീഡിയ കേട്ടോ. മോഡിഫൈഡ് വേർഷൻ ആണ് ആമിസ് മീഡിയം. ഓക്കെ, ട്രാൻസ്പോർട്ട് മീഡിയ ആർ യൂസ്ഡ് ഫോർ ക്ലിനിക്കൽ സ്പെസിമെൻ റിക്വയർഡ് ടു ബി ട്രാൻസ്ഫേർഡ് immediately to labs to maintain the viability of potential pathogen and prevent എന്താണ് overgrowth of commensals or contaminants. ഒന്നും ഇല്ലാതെ അതൊന്നും വളരാതെ അതുപോലെ തന്നെ അങ്ങ് എത്തിക്കാം. ഓക്കെ, then which recommended transport medium is used for stool specimen suspected to containing Vibrio cholera? Buffered glycerol saline medium, Pike's medium, വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ medium, VR medium, such medium. ഏതാണ്? ഇതും വളരെ സിമ്പിൾ ആണ്. നമ്മളിപ്പോ തന്നെ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ അല്ലെ. നമുക്ക് അധികം ആലോചിക്കേണ്ടി വരില്ല. നമ്മളിപ്പോ തന്നെ ഡിസ്കസ് ചെയ്തുള്ളൂ. യെസ്, വെങ്കിട്ടരാമൻ രാമകൃഷ്ണ മീഡിയ ആണ് അല്ലെ. വെങ്കിട്ടരാമൻ രാമകൃഷ്ണ മീഡിയം along with carry Blair transport is
specifically mentioned as recommended transport medium Vibrio cholera. Then Robertson cooked meat broth is an example of which type of media and is used commonly to Clostridium species, to grow Clostridium species. Enriched media ആണോ, enrichment media ആണോ, അതോ anaerobic media ആണോ, അതോ nutrient media ആണോ, ഏത് type of media ആണ്? Robertson cooked meat broth is an example of which type of media? ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? യെസ്, anaerobic media ആണ്. Robertson cooked meat medium is an example of an anaerobic media. Then, which of the following is not listed as an essential purpose for culturing microorganism in the laboratory? Testing viable count, isolating pure culture, then determining the melting point of agar, then testing antibiotic sensitivity. Not listed എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Which of the following not listed essential purpose culture microorganism laboratory not listed എന്നാ പറഞ്ഞിട്ടുള്ളത്. ടെസ്റ്റിംഗ് വയബിൾ കൗണ്ട് ആണോ, ഐസൊലേറ്റിംഗ് പ്യുവർ കൾച്ചർ ആണോ, then determining the melting point of agar ആണോ, അല്ലെങ്കിൽ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് ആണോ, ഏതാണ്? യെസ്, ഒബിയസ്ലി determining of melting point of agar ആണ് അല്ലേ? Then essential purpose of culturing include isolating pure culture, അതുപോലെ തന്നെ ടെസ്റ്റിംഗ് വയബിൾ കൗണ്ട്, അതുപോലെ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യുക, അതൊക്കെയാണ്. ഡിറ്റർമിൻ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അഗർ എത്രയാണ്? 98 ആണ്. ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ മീഡിയം, നോട്ട് പർപ്പസ് ഓഫ് കൾച്ചറിങ് അല്ലേ? Then next നോക്കാം. The method routinely employed for the isolation of bacteria in pure culture involving spreading the inoculum tiny over the plate in a series of segments is called pore plate culture, lawn culture, then stroke culture, then streak culture. എന്താണ്? Isolation of bacteria in pure culture ആണ്, involving spreading of the inoculum tiny over the plate. എന്താണ് പറയാ? പോർ പ്ലേറ്റ് ആണോ, ലോൺ ആണോ, സ്ട്രോക്ക് ആണോ, സ്ട്രീക്ക് കൾച്ചർ ആണോ? എന്താണ്? സ്ട്രീക്ക് കൾച്ചർ ആണ് അല്ലേ? യെസ്, ഓപ്ഷൻ ഡി ആണ്. സ്ട്രീക്ക് കൾച്ചർ is a method of routinely employed for എന്തിനാണ്? isolation of bacteria in pure culture, resulting well separated colony over the final series of streak. നമ്മൾ മൈക്രോബയോളജി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ലാബിൽ നമ്മളൊരു സ്ട്രീക്ക് കൾച്ചർ ഒക്കെ നമുക്ക് ആ ഒരു ടൈമിൽ ക്വാഡ്രന്റ് സ്ട്രീക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അല്ലെ? കറക്റ്റ് ആയിട്ട് ആ ലാസ്റ്റ് പ്യുവർ കൾച്ചർ കോളനീസ് ഒക്കെ വരാൻ അല്ലെ നമുക്ക് ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ സ്പ്രെഡ് പ്ലേറ്റ് നമ്മൾ എൽ റോഡ് വെച്ചിട്ടാണെങ്കിലും പോർ പ്ലേറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാനൊക്കെ ആ ടൈമിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ പുതിയതായിട്ടൊരു ഓർഗാൻസ് അവിടെ വളർത്തുകയാണല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. Lawn cultures prepared by flooding the surface of plate using soaked swab are used for which application? Gelatin liquefaction demonstration, antibody preparation, antibiotic susceptibility testing, estimation of viable count. നമ്മൾ ജസ്റ്റ് എന്താ പറയാ, ഈ സ്വാബ് കൾച്ചറിൽ മുക്കിയിട്ട് ഇങ്ങനെ ചുമ്മാ ക്വാഡ്രന്റ് സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ഇങ്ങനെ ലൈൻ ആയിട്ട് ഇങ്ങനെ ഇതങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു ലോൺ ഫുൾ ഇങ്ങനെ നമ്മൾ ആ ഒരു പ്ലേറ്റ് മൊത്തം സ്പ്രെഡ് ആവുന്ന രീതിക്ക് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അതെന്തിനാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മള് സ്ട്രീക്ക് കൾച്ചർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു പ്യുവർ കൾച്ചർ ഐസൊലേറ്റ് ചെയ്തെടുക്കാണല്ലേ ആണല്ലേ. അപ്പൊ പോർ പ്ലേറ്റ് അതുപോലെ തന്നെ സ്പ്രെഡ് പ്ലേറ്റ് ഒക്കെ നമുക്ക് ആ ഒരു കൗണ്ട്, വയബിൾ കൗണ്ട് അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ലോൺ കൾച്ചർ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു കണക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ പോർ പ്ലേറ്റിലാണെങ്കിൽ നമ്മൾ 1 ml ഒഴിച്ചിട്ടാണ് അതിന്റെ മേലെ കൂടെ മീഡിയ പോർ ചെയ്യുന്നത് അല്ലെ. സ്പ്രെഡ് പ്ലേറ്റ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി സോളിഡ് ആയിട്ടുള്ള മീഡിയ ആണ്, അതിന്റെ മേലെ 0.1 ml കൾച്ചർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്പ്രെഡ് പ്ലേറ്റ് വെച്ച് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രീക്ക് ആണെങ്കിൽ നമ്മൾ ഒരു ലൂപ്പ് എടുത്തിട്ടാണ് നമ്മൾ ഫുള്ള് സ്ട്രീക്ക് ചെയ്യുന്നത്. അപ്പൊ എല്ലാത്തിനും നമ്മൾ എല്ലാ കൾച്ചർ മെത്തഡിനും ഓരോരോ പർപ്പസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞ സ്വാബിന് ജസ്റ്റ് ആ കൾച്ചർ അങ്ങ് സ്റ്റെറൈൽ ആയിട്ടുള്ള സ്വാബ് കൾച്ചറിൽ മുക്കി ഇങ്ങനെ ചുമ്മാ അങ്ങനെ വരച്ചു കൊടുക്കുക. അത് ഏത് പർപ്പസിനാണ്? എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്? യെസ്, ആന്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റിംഗ് ആണ്. ഓപ്ഷൻ സി ആണ്. എക്സാമ്പിൾ ഓഫ് അപ്ലിക്കേഷൻ ഫോർ ലോൺ കൾച്ചർ ഇൻക്ലൂഡ് ആന്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റിംഗ് ആണ്. ബാക്ടീരിയോഫേജ് ടൈപ്പിംഗ് ആൻഡ് വാക്സിൻ ആൻഡ് ആന്റിജൻ പ്രിപ്പറേഷൻ ആണ്. അപ്പൊ ആന്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി നോക്കാനായിട്ട് നമ്മൾ മീഡിയ ഫുള്ള് ഗ്രോത്ത് വേണം, ആ ബാക്ടീരിയ ഗ്രോത്ത് വേണം. അതിനുശേഷമാണ് അപ്പൊ നമ്മൾ അതിനുശേഷം
വരച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? ആന്റിബയോട്ടിക് ഡിസ്ക് വെക്കും അല്ലെ. ആന്റിബയോട്ടിക് ഡിസ്ക് വെച്ചിട്ട് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് നമുക്ക് മനസ്സിലാവാതെ സസെപ്റ്റബിൾ ആണോ, ആ ഒരു ബാക്ടീരിയ ഈ ആന്റിബയോട്ടിക്കിനോട് സസെപ്റ്റബിൾ ആണോ അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ആണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്പ്രെഡ് പ്ലേറ്റിലോ പോർ പ്ലേറ്റിലോ ഒക്കെ ചെയ്യുന്ന പോലെ ഒരു 1 ml മാത്രം ഒഴിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ 0.1 ml ഒഴിച്ചാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഗ്രോത്ത് അതൊന്നും കിട്ടില്ല. നമ്മൾ റെസിസ്റ്റന്റ് ആണോ അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതിനാണ് നമ്മൾ ഫുൾ ഇങ്ങനെ ലോൺ കൾച്ചർ ആയിട്ട് വരയ്ക്കുന്നത്. ഓക്കെ, then next, stab culture is prepared by puncturing the medium with a charged platinum loop, socket swab, nichrome straight wire, glass spreader. ഏതാണ് സ്റ്റാബ് കൾച്ചർ? സ്റ്റാബ് കൾച്ചർ നമ്മൾ എന്താ ഉപയോഗിക്കുക? നമ്മൾ ഓരോന്നിനും ഓരോ, ഇപ്പൊ നമ്മൾ ലോൺ കൾച്ചർ നമ്മൾ പറഞ്ഞു സോക്കഡ് സ്വാബ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ സ്ട്രീറ്റ് കൾച്ചർ നമ്മൾ പറഞ്ഞു ലൂപ്പാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ സ്റ്റാബ് കൾച്ചർ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? യെസ്, നിക്രോം സ്ട്രേറ്റ് വയർ ആണ്. നമ്മൾ മോട്ടിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നമ്മൾ നേരത്തെ റെഡ് ഹോട്ട് മെത്തേഡ് വഴി തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് നമ്മൾ കൾച്ചർ എടുക്കുന്നു. ലൂപ്പ് സെയിം പ്രൊസീജിയർ തന്നെ, അവിടെ ലൂപ്പിന് പകരം ഇവിടെ നീഡിലാന്നുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വിച്ച് കൾച്ചർ മെത്തേഡ് ഈസ് യൂസ് ടു എസ്റ്റിമേറ്റ് വയബിൾ കൗണ്ട് ആൻഡ് ക്വാണ്ടിഫൈ ദ ബാക്ടീരിയ ഇൻ യൂറിൻ വെർ ഇനോക്കുലം ഡൈല്യൂഷൻസ് ആർ മിക്സ്ഡ് വിത്ത് മോൾട്ടൺ അഗാർ ബിഫോർ സെറ്റിംഗ്? സ്ട്രീറ്റ് കൾച്ചർ, സ്റ്റാബ് കൾച്ചർ, ദെൻ പോർ പ്ലേറ്റ് കൾച്ചർ, ലിക്വിഡ് കൾച്ചർ. ഏതാണ്? വിച്ച് കൾച്ചർ മെത്തേഡ് ഈസ് യൂസ് ടു എസ്റ്റിമേറ്റ് വയബിൾ കൗണ്ട്? ഏതാണ്? ക്വാണ്ടിഫൈ, നമ്മൾ ആ ബാക്ടീരിയനെ ക്വാണ്ടിഫൈ ചെയ്യാണ്. ഏത് മെത്തേഡാണ്? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ഓപ്ഷൻ സി ആണ് അല്ലെ. ഓക്കെ, ആതിര, ശ്രീകുട്ടി, ഓക്കെ രമ്യ, എല്ലാരും ഓക്കെ, സന്ധ്യ, എല്ലാരും സി തന്നെയാണ്. പോർപ്ലേറ്റ് കൾച്ചർ. പോർപ്ലേറ്റ് മെത്തേഡ് ഈസ് ഇൻവോൾവ് ആഡിങ് ഇനോക്കുലം ഡൈല്യൂഷൻ ഇൻ മോൾട്ടൺ അഗാർ, pouring into petri dish and used to estimate viable count and quantify bacteria in urine. കറക്റ്റ് ആയിട്ട് അതിനെ ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. Then liquid culture is generally preferred over solid culture and when the objective is to achieve എന്താണ്? Isolation of pure colonies, demonstration of motility, then large and quick yield, then maintaining stock culture. എന്താണ് ലിക്വിഡ് കൾച്ചർ? നമ്മൾ ഈ സോളിഡ് കൾച്ചറിനേക്കാളും കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഐസൊലേഷൻ ഓഫ് പ്യുവർ കോളനീസ് ആണോ, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ ഓഫ് മോട്ടിലിറ്റി ആണോ, ലാർജ് ആൻഡ് ക്വിക്ക് ഈൽഡ് ആണോ, മെയിൻറ്റെയിനിങ് സ്റ്റോക്ക് കൾച്ചർ ആണോ? ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലെ. ലാർജ് ആൻഡ് ക്വിക്ക് ഈൽഡ് ആണ്. നമുക്ക് പെട്ടെന്ന് ഒരു ഗ്രോത്ത് അതുപോലെ നമുക്ക് ലാർജ് ആയിട്ട് കിട്ടുകയാണ് അല്ലെ. ബാക്കിയുള്ള മെത്തേഡ്സ് പോലെ നമുക്ക് അത്ര പെട്ടെന്നായിട്ട് കിട്ടൂല. ഓക്കെ, then obligate anaerobe are sensitive to oxygen primarily because they lack key respiratory enzyme leading to the accumulation of toxic compound. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, ഹൈഡ്രജൻ ആണോ, ഹൈഡ്രജൻ പെറോക്സൈഡ് ആണോ, മീഥൈൻ ആണോ? obligate anaerobe, sensitive to oxygen primarily because they lack key respiratory enzyme. എന്ത് ടോക്സിക് കമ്പോണന്റ് ആണ്? H2O2. ഓക്കെ, ഓപ്ഷൻ സി ആണ്. obligate anaerobe lack respiratory enzyme like എന്താണ്? cytochrome oxidase, catalase and peroxidase resulting in H2O2 accumulation which is toxic for growth. H2O2 catalase ടെസ്റ്റും ഓക്സിഡേസ് ടെസ്റ്റ് ഏതായിരുന്നു എൻസൈം? ഓക്സിഡേസ് ടെസ്റ്റ് നമ്മൾ ഏതായിരുന്നു എൻസൈം? സൈറ്റോക്രോം ഓക്സിഡേസ് അല്ലെ. നമ്മൾ ഒരു ഓക്സിഡേസ് ഡിസ്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ആ ലൂപ്പിൽ കൾച്ചർ ഇങ്ങനെ റബ് ചെയ്യുമ്പോൾ എന്ത് കളറാ വരിക? വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ നമുക്ക് ആ ഒരു കളർ കിട്ടും, പർപ്പിൾ കളർ അല്ലെ. പർപ്പിൾ കളർ നമുക്ക് കിട്ടും. ഓക്സിഡേസ് ടെസ്റ്റ് അങ്ങനെയാണ്. കാറ്റലേസ് ടെസ്റ്റിലാണ് ഈ H2O2 നമ്മളിങ്ങനെ ഫുൾ ഇങ്ങനെ പതഞ്ഞ് അങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. The McClintock and filter anaerobic jar utilizes which substances as a catalyst to combine residual oxygen and hydrogen to ensure complete anaerobiosis? Copper sulfate, palletized asbestos, chromium and H2SO4, then pyrogyrol. ഏതാണ്? McClintock and filter jar, anaerobic filter jar നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് അല്ലെ നമ്മൾ അനറോബിക് കൾച്ചർ മെത്തേഡിലൊക്കെ. കോപ്പർ സൾഫേറ്റ് ആണോ, പാലറ്റൈസ് ആസ്ബെസ്റ്റോസ് ആണോ, ദെൻ ക്രോമിയം ആൻഡ് H2SO4 ആണോ, പൈറോഗൈറോൾ ആണോ? ഏതാണ് വരിക? യെസ്, ഓപ്ഷൻ ബി ആണ്. പാലറ്റൈസ്ഡ് ആസ്ബെസ്റ്റോസ് ആണ്. McClintock filter jar electric terminal heat the palletized asbestos which act as a catalyst for the combination of hydrogen and residual oxygen. എന്തിനാ ആൻസർ ചെയ്യണേ? complete anaerobiosis. Okay, then gas pack system achieve anaerobiosis chemically by using an envelope that generate which gases upon the addition of water?
ഏത് ഗ്യാസ് ആണ്? നൈട്രജൻ ആൻഡ് മീഥെയിൻ ആണോ, അല്ലെങ്കിൽ ഓക്സിജൻ ആൻഡ് വാട്ടർ വേപ്പർ ആണോ, ദെൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ സൾഫൈഡ് ആണോ? ഏതാണ് വരിക? ഗ്യാസ് പാക്ക് സിസ്റ്റം, ആ ഒരു അനറോബയോസിസ് ജനറേറ്റ് എന്താണ് ഗ്യാസസ്. എന്ത് 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 ഗ്യാസ് ആണ്? ഏത് ഗ്യാസ് ആണ്? ഏത് കോമ്പിനേഷൻ ആണ് വരിക? യെസ്, ഓപ്ഷൻ സി ആണ്, ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, gas pack envelope containing chemicals that generate hydrogen and carbon dioxide when water is added. Then, which of the following is not listed as the reducing agent used in culture media and to reduce oxygen level for anaerobic growth? Glucose, thioglycolate, cooked meat pieces, then agar. ഏതാണ്? നോട്ട് ലിസ്റ്റഡ് എന്നാണ്, ശ്രദ്ധിക്കുക. നോട്ട് ലിസ്റ്റഡ് റിഡ്യൂസിങ് ഏജന്റ് ഇൻ കൾച്ചർ മീഡിയ ആണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യുന്നു? ടു റിഡ്യൂസ് ഓക്സിജൻ ലെവൽ ഫോർ അനറോബിക് ഗ്രോത്ത്. നോട്ട് ലിസ്റ്റഡ് എന്നാണ്, ശ്രദ്ധിക്കണം. ഓപ്ഷൻ ഡി ആണ്. ബാക്കിയൊക്കെ എന്താണ്? റിഡ്യൂസ് ഓക്സിജൻ ലെവൽ അനറോബിക് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ആ ഒരു കണ്ടീഷൻ ആവാണ് അല്ലെ, റിഡ്യൂസ് ഓക്സിജൻ ലെവൽ ആക്കുവാണ്. പക്ഷെ അഗാർ മാത്രമല്ല, അഗാറിന്റെ ഡ്യൂട്ടി എന്താ? സോളിഡിഫൈ ചെയ്യാന്നുള്ളത് മാത്രമാണ് അല്ലെ. Then Robertson cooked meat broth indicate the proteolytic activity of strict anaerobe by the meat being turned which color? റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു, നമ്മൾ അനറോബിക് കൾച്ചർ മീഡിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അത് എന്ത് കളറിലോട്ടാണ് ടേൺ ആവുന്നത്? എന്ത് കളറിലോട്ടാണ് മാറുന്നത്? റെഡ് ആണോ, ബ്ലാക്ക് ആണോ, യെല്ലോ ആണോ, അല്ലെങ്കിൽ ട്രാൻസ്പാരന്റ് ആണോ? ഏത് കളറിലോട്ടാ മാറുന്നത്? ഏത് കളറിലോട്ടാ? ഏത് കളറിലോട്ട് മാറാ? ഒന്ന് കമന്റ് ചെയ്യോ. റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് ബ്രോത്ത്, യെസ്, ബ്ലാക്ക് കളറിലോട്ടാണ് മാറുക. ഓക്കെ, ആ ഒരു റെഡ് കളറിലായിരിക്കും ഉണ്ടായിരിക്കുക, പിന്നീടാണ് അത് കളർ ചേഞ്ച് ആവുന്നത്. ആർ സി എം ബ്രോത്ത് ഈസ് ഇൻഡിക്കേറ്റ് സാക്രോലൈറ്റിക് ആക്ടിവിറ്റി. അപ്പൊ എന്തുണ്ടാവുന്നു? റെഡ് കളറാണ്. ഓർ പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി ആകുമ്പോൾ ബ്ലാക്ക് കളർ ആയിരിക്കും. ആ ഒരു അനറോബിക് കണ്ടീഷനിലോട്ട് മാറുകയാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് എ സ്പെസിഫിക് അറ്റ്മോസ്ഫിയറിക് റിക്വയർമെന്റ് പ്രൊവൈഡഡ് ബൈ ദ കാൻഡിൽ ജാർ മെത്തേഡ് ഓഫ് കൾച്ചർ? നമ്മൾ ഈ സ്ട്രീക്ക് മെത്തേഡും അതുപോലെ തന്നെ സ്ട്രോക്ക് മെത്തേഡൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനറോബിക് മെത്തേഡിൽ വരുന്ന ഒന്ന് തന്നെയാണ് ഈ കാൻഡിൽ ജാർ മെത്തേഡ്. ഓക്കെ, അവിടെ എന്താണ് ഒരു സ്പെസിഫിക് റിക്വയർമെന്റ് എന്താ ആവശ്യമായിട്ടുള്ളത്? കംപ്ലീറ്റ് വാക്വം, ഹൈ ഓക്സിജൻ കോൺസെൻട്രേഷൻ, ഇൻക്രീസ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, ദെൻ ലാസ്റ്റ് സ്ട്രിക്ട്ലി അനേറോബിക് എൻവിറോൺമെന്റ്. എന്താണ്? യെസ്, ഓപ്ഷൻ സി ആണ്, ഇൻക്രീസ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ. ഓപ്ഷൻ സി ആണ്. Although burning candle used up oxygen and is not completely anaerobic, it primarily provides a concentration of carbon dioxide which stimulate the growth of capnophilic organism. Capnophilic organism എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമുണ്ട് അല്ലേ. നോർമലി അവിടെ ഒരു കാൻഡിൽ കത്തിച്ച് വെക്കുമ്പോൾ നോർമലി അവിടെ ഓക്സിജൻ ഒക്കെ യൂട്ടിലൈസ് ആവും. നമ്മൾ കാപ്നോഫിലിക് ഓർഗാൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്രീസ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ. The Neisseria meningitidis and Streptococcus pyogenes are example of capnophilic organism defined as a microorganism that grow best in the presence of എന്തിന്റെ പ്രസൻസിലാ? എന്തിന് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞുള്ളൂ അല്ലെ. ലോ ഓക്സിജൻ ലെവൽ ആണോ, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, എക്സ്ട്രീം സാലിനിറ്റി ആണോ, അല്ലെങ്കിൽ ഹൈ പി എച്ച്, ഹൈ ആൽക്കലൈൻ കണ്ടീഷൻ. ഹൈ ആൽക്കലൈൻ കണ്ടീഷൻ നമ്മൾ എവിടെയാ പഠിച്ചേ? വിബ്രിയോ കോളറൊക്കെയാ പഠിച്ചേ അല്ലെ. ഇവർക്ക് എന്താ ആവശ്യം? ഹൈ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞുള്ളൂ കാൻഡിൽ ജാർ മെത്തേഡിൽ അല്ലെ, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കാപ്നോഫിലിക് ആയിട്ടുള്ള ഓർഗാൻസിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെക്കാം. നീസെറിയ മെനിഞ്ചൈറ്റിസും അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ് പൈറോജൻസും ആണ്. സ്ട്രെപ്റ്റോകോക്കസ് പൈറോജൻസ് ഏതാണ്? ഗ്രൂപ്പ് എ ആണ്. ഗ്രൂപ്പ് ബി വരുന്നത്, ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കസ് വരുന്നത് സ്ട്രെപ്റ്റോകോക്കസ് അഗാൽട്ടി ആണ്. സ്ട്രെപ്റ്റോകോക്കസ് പൈറോജൻസ് ഗ്രൂപ്പ് എ ആണ് കേട്ടോ. Then which medium is a semi-solid medium listed specifically as an example used to study both motility and mannitol fermentation? Loeffler serum slope, Stewart media, Hujan leaves and oxidation fermentation medium, mannitol motility media. ഏത് മീഡിയ ആണ്? സെമി സോളിഡ് മീഡിയ ആണ് പറഞ്ഞിട്ടുള്ളത്. ബോത്ത് മോട്ടിലിറ്റിയും മാനിറ്റോൾ ഫെർമെന്റേഷനും കൂടി നോക്കാൻ വേണ്ടിയിട്ട്. ഏതാണ്? മാനിറ്റോൾ മോട്ടിലിറ്റി മീഡിയ. നമ്മൾ ക്വസ്റ്റ്യനിലെല്ലാം ഉണ്ട്, മോട്ടിലിറ്റി മാനിറ്റോളിന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദെൻ എക്സാമ്പിൾസ് ഓഫ് സെമി സോളിഡ് മീഡിയം ഇൻക്ലൂഡ് ഹ്യൂജ് ആൻഡ് ലീവ്സ് ആൻഡ് ഓക്സിഡേഷൻ ഫെർമെന്റേഷൻ മീഡിയം, മാനിറ്റോൾ മോട്ടിലിറ്റി മീഡിയം. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
An inoculated thioglycolate medium culture tube shows a dense growth at the surface and turbidity throughout the rest of the tube. മേലെ എന്താ ഉള്ളത്? ഡെൻസ് ഗ്രോത്ത് ആണ്. പിന്നെ turbidity throughout the rest of the tube ആണ്. This growth pattern indicate that of the organism obligate aerobe ആണോ, obligate anaerobe ആണോ, അല്ലെങ്കിൽ എയറോ ടോളറന്റ് അനറോബ് ആണോ, ഫാക്കൾട്ടേറ്റീവ് അനറോബ് ആണോ? അപ്പൊ നമ്മൾ മൈക്രോ ഓർഗാനിസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. നമ്മൾ ബേസ്ഡ് ഓൺ മോർഫോളജി, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ pH, അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ഓക്സിജൻ റിക്വയർമെന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ എയറോബും അനറോബും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഒബ്ലിഗേറ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒബ്ലിഗേറ്റ് അനറോബ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തായാലും ഓക്സിജൻ വേണം. ഒബ്ലിഗേറ്റ് എനറോബ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓക്സിജൻ വേണ്ട. ഫാക്കൾട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ വിത്ത് ഓർ വിത്തൗട്ട് ഓക്സിജൻ ആണ്. എയറോ ടോളറന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എനറോബ് ആണ്, ഓക്സിജൻ ഒന്നും ആവശ്യമില്ല, എന്നാലും ഈ എയറോ ടോളറന്റ് ആ ഒരു ഓക്സിജന്റെ പ്രസൻസിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മീസോ എയറോഫൈൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഗ്രോത്തില് ട്യൂബിന്റെ മേലെ എന്താ ഉള്ളത്? ഒരു ഗ്രോത്ത് ഉണ്ട്, ഡെൻസ് ഗ്രോത്ത് ഉണ്ട്. പക്ഷെ അത് മൊത്തം ത്രൂഔട്ട് ദ റെസ്റ്റ് ഓഫ് ദ ട്യൂബ് ഉണ്ട്. അപ്പൊ അവരെന്താണ്? ഒരു ഫാക്കൾട്ടേറ്റീവ് അനറോബ് ആണ്. അവർ വിത്ത് ഓർ വിത്തൗട്ട് ഓക്സിജനിൽ അവർക്ക് വളരാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ ക്വസ്റ്റിൽ പറഞ്ഞ പോലെ ഫാക്കൾട്ടേറ്റീവ് അനറോബ് എന്താണ്? ഗ്രോ എനിവെയർ ആണ്, ബട്ട് ദേ ഷോസ് എ ഡെൻസ് ഗ്രോത്ത് സർഫസും അതുപോലെ തന്നെ ആ റെസ്റ്റ് ഓഫ് ട്യൂബിൽ ഫുൾ അതുണ്ട്. ഓക്കെ, then nichrome loop wire is used in which of the following culture technique? Pour plate, streak plate, spread plate, then roll tube technique. nichrome loop എന്താണ്? സ്ട്രീക്ക് പ്ലേറ്റ് അല്ലേ? സ്ട്രീക്ക് പ്ലേറ്റിലാണ് നമ്മൾ ക്വാഡ്രന്റ് സ്ട്രീക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ ആദ്യം ഒരു മദർ കൾച്ചർ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? നമ്മൾ നീഡിൽ എവിടെയായിരുന്നു യൂസ് ചെയ്യുന്നത്? സ്റ്റാപ്പ് കൾച്ചർ ആണ്. നമ്മൾ മോട്ടിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കാനാണ് നമ്മൾ സ്റ്റാപ്പ് കൾച്ചർ ആണ് നമ്മൾ നീഡിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ കൾച്ചർ മീഡിയ തീർന്നിരിക്കുകയാണ്. JLA വരുന്ന നമുക്ക് മൈക്രോബയോളജിക്ക് അത്ര അധികം പഠിക്കാനില്ല. ജസ്റ്റ് വളരെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മൈക്രോബയോളജിയിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, അടുത്ത ക്ലാസ് നിങ്ങൾക്ക് ഹിസ്റ്റോടെക്നോളജി ആണ്. അപ്പോൾ ഹിസ്റ്റോടെക്നോളജിയും JLA വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. നമുക്ക് പാർട്ട് 1 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. JLA പാർട്ട് 1 വരുന്നത് MLT ആണ്. അപ്പൊ MLT വരുന്നതാണ് മൈക്രോബയോളജി, അതുപോലെ തന്നെ പാത്തോളജി ഒക്കെ വരുന്നത് പാർട്ട് 1 ആണ്. ബാക്കി റെസ്റ്റ് ഓഫ് ആണ് നിങ്ങൾക്ക് ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോബയോളജിയിൽ നിങ്ങൾക്ക് സാധാ MLT മൈക്രോബയോളജി അങ്ങനെ വാസ്റ്റ് ആയിട്ടില്ല. ബാക്ടീരിയോളജി അങ്ങനെ ഒരുപാട് ഓർഗാനിസം കാര്യങ്ങളൊന്നും ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് ഹിസ്റ്റോടെക്നോളജി ആണ്, Q&A സെക്ഷൻ ആണ്. അപ്പൊ അത് അടുത്തൊരു മിസ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഓക്കെ, സോ നിങ്ങളെ മൈക്രോബയോളജി ക്ലാസ് കഴിഞ്ഞു അല്ലേ? മൈക്രോബയോളജി ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഹിസ്റ്റോടെക്നോളജിയിലേക്ക് എത്തി. ഓക്കെ, സോ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. മൈക്രോബയോളജി യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. Q&A സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേ? സ്ലൈഡ്സ് ഒക്കെ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഹിസ്റ്റോടെക്നോളജി ആയിരുന്നു അല്ലേ ഇന്ന് വരെ സൂം ലൈവ് ഒക്കെ പോയത്? ഹിസ്റ്റോടെക്നോളജി ആയിരുന്നു. സോ നിങ്ങൾക്ക് ഒക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ ഹിസ്റ്റോടെക്നോളജി ഇന്ന് JLA-കാർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനുണ്ട്. ഓക്കെ, DHS-കാർക്കും JLA-കാർക്കും നോർമൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള MLT കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഹിസ്റ്റോടെക്നോളജിയിൽ. സോ എല്ലാവരും മാക്സിമം ഹിസ്റ്റോടെക്നോളജി പോർഷൻ പഠിക്കുക. ഓക്കെ, സോ നിങ്ങൾ നല്ല ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒക്കെ ചെയ്യാം. ഓക്കെ, സോ നമ്മളെ ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ രണ്ടും വേണം, ഹാർഡ് വർക്കും വേണം അല്ല. ഒരു ലെവൽ വരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്മാർട്ട് വർക്ക് ആയിരിക്കണം. ഓക്കെ, സ്മാർട്ട് വർക്കിലെ കൂടി ആയിരിക്കണം പിന്നീട് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, എന്തൊക്കെയാണ്, ഏതൊക്കെ പോർഷൻസ് ആണ് കൂടുതൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് നോക്കണ്ടേ, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. അതൊക്കെയാണ് നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് പറയാം. ഓക്കെ, സോ നിങ്ങളൊക്കെ നിമോണിക്സും കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മെമ്മറൈസ് ചെയ്യാം, അപ്പൊ മാത്രമേ നമുക്ക് ആ ഒരു എയിമിലേക്ക് എത്താൻ പറ്റൂല്ലോ. ഓക്കെ, സോ നമുക്ക് ഹിസ്റ്റോടെക്നോളജി നോക്കിയാലോ? ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐഡിയൽ തിക്നെസ് ഓഫ് പാരഫിൻ സെക്ഷൻസ് ഫോർ
routine light microscopy is? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ? എത്രയായിരിക്കും വരുക ലൈറ്റ് മൈക്രോസ്കോപ്പിയില്? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. 3 to 5 അല്ലെ? 3 to 5. ഇനിയിപ്പം ഫ്രോസൺ സെക്ഷൻ ആവുമ്പം എത്രയായിരിക്കും വരുക? ഫ്രോസൺ സെക്ഷൻ നമുക്കൊരു ഫ്രോസൺ, ഇതിപ്പോ ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ കാര്യം അല്ലെ, പാരഫിൻ സെക്ഷന്റെ കാര്യം. ഇനിയിപ്പോ ഫ്രോസൺ സെക്ഷൻ ആവുമ്പം എത്രയായിരിക്കും വരുക ഫ്രോസൺ? യെസ്, ഒരു 5 to 10 അല്ലെ മൈക്രോമീറ്റേഴ്സ് ഒക്കെയാണ് വരുക. യെസ്, 50 to 100 എപ്പായിരിക്കും വരുക? 50 to 100 നാനോമീറ്റേഴ്സ് എപ്പായിരിക്കും വരുക? 50 to 100 നാനോമീറ്റേഴ്സ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലൊക്കെ നമ്മൾ 52 അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി അല്ലെ, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ടെമ്മിലൊക്കെ നമ്മൾ എത്ര യൂസ് ചെയ്യാം? 50 to 100 നാനോമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ക്ലിയർ അല്ലേ? ഓക്കെ, സോ 3 to 5 മൈക്രോമീറ്റേഴ്സ് ആണ് നമ്മൾ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഫിക്സേറ്റീവ് പ്രിസർവ്സ് ലിപ്പിഡ്സ്? സോ ലിപ്പിഡ് പ്രിസർവ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ഏതാണ്? 10% NBF ആണോ, ഓസ്മിയം ടെട്രോക്സൈഡ് ആണോ, അല്ലെങ്കിൽ സെൻഗേഴ്സ് ഫ്ലൂയിഡ് ആണോ, അല്ലെങ്കിൽ കാർനോയിഡ്സ് ഫ്ലൂയിഡ് ആണോ? ഏതായിരിക്കും ഫിക്സേറ്റീവ് ദാറ്റ് പ്രിസർവ്സ് ലിപ്പിഡ്? സോ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചതാണ്, ലിപ്പിഡ് പ്രിസർവ് ചെയ്യുന്നത് ഏതാണ്? യെസ്, ആൻസർ വരുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. ഓസ്മിയം ടെട്രോക്സൈഡ് ആണല്ലേ. ഓസ്മിയം ടെട്രോക്സൈഡ് എന്താ ചെയ്യുന്നത്? ഈ അൺസാച്ചുറേറ്റഡ് ലിപ്പിഡ്സിനാ, ഓക്കെ, ഗ്ലിസറൈഡ്സിനൊക്കെ ഗ്ലിസറോൾസിനൊക്കെ എന്താണ് ചെയ്യുന്നത്? അവര് ബൈൻഡ് ചെയ്ത് നിർത്തും. ഓക്കെ, സോ അങ്ങനെയാണ് ഒരു ബ്ലാക്ക് കളർ ആയിട്ട് ഫോം ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് ലിപ്പിഡ്സിൽ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം മൈക്രോവേവ് പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു? എന്താണ് മൈക്രോവേവ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാല്? എംബെഡിങ് യൂസിങ് മൈക്രോവേവ് ആണോ, അല്ലെങ്കിൽ റാപ്പിഡ് ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ ആൻഡ് ക്ലിയറിംഗ് യൂസിങ് മൈക്രോവേവ് എനർജി ആണോ, ആൻഡ് സി റാപ്പിഡ് ഫ്രീസിംഗ് ആണോ, ആൻഡ് ഡി സ്റ്റെയിൻ ഇന്റൻസിഫിക്കേഷൻ ആണോ? സോ എന്താണ് നമ്മൾ സാധാ മൈക്രോവേവ്, മൈക്രോ ഓവൻ ഒക്കെ ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും അവര് അതിൽ ശരിക്കും ചെയ്യുന്ന ആ ഒരു പ്രോസസ് എന്തായിരിക്കും? എംബെഡിങ് മാത്രമാണോ, അല്ലെങ്കിൽ റാപ്പിഡ് ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ് ഇതൊക്കെ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ റാപ്പിഡ് ഫ്രീസിംഗ് മാത്രമാണോ, അല്ലെങ്കിൽ സ്റ്റെയിൻ ഇന്റൻസിഫിക്കേഷൻ ആണോ? എന്തായിരിക്കും മൈക്രോവേവ് പ്രോസസ്സിംഗിൽ നടക്കുക? യെസ്, ആതിര, വെരി ഗുഡ്. ബി, റാപ്പിഡ് ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ ആൻഡ് ക്ലിയറിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, ഇതൊക്കെ കമ്പൈൻഡ് ആയിട്ട് നടക്കുക ചെയ്യുന്നത് മൈക്രോവേവ് പ്രോസസ്സിംഗിൽ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ. മോർഡന്റ് ഇൻ ഹെമറ്റോക്സിലിൻ സ്റ്റെയിൻ ഈസ്? സോ നമ്മൾ ഹെമറ്റോക്സിലിൻ അല്ലെ, H&E സ്റ്റെയിൻസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഹെമറ്റോക്സിലിനിൽ യൂസ് ചെയ്യുന്ന മോർഡന്റ് ഏതാണ് എന്ന് ചോദിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻസ് ആർ സൈലിൻ, ഓപ്ഷൻ ബി ആലം, ഓപ്ഷൻ സി അസിറ്റിക് ആസിഡ് ആൻഡ് ഓപ്ഷൻ ഡി പിക്രിക് ആസിഡ്. യെസ്, വെരി ഗുഡ്. എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. ഹെമറ്റോക്സിലിൻ യൂസ് ചെയ്യുന്ന മോർഡന്റ് എന്ന് പറഞ്ഞാൽ ആലം ആണ്. ദിസ് ആലം ക്യാൻ ബി എ പൊട്ടാസ്യം അല്ലെങ്കിൽ അലുമിനിയം സൾഫേറ്റ് ആണ്. ദാറ്റ് ബൈൻഡ്സ് ടു ദ ടിഷ്യൂ അല്ലെ. ഹെമറ്റോക്സിലിൻ ആണ് ന്യൂക്ലിയസിന് ബ്ലൂ കളർ കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? ബ്ലൂ കളർ കൊടുക്കുന്നത് ആലം ആണ്. ഓക്കെ, ദാറ്റ് ബൈൻഡ്സ് ടു ദ സ്പെസിഫിക് ടിഷ്യൂ. Next question, okay. Ripening of hematoxylin converts it to? So ripening of hematoxylin എന്തായിട്ടാ കൺവേർട്ട് ചെയ്യുന്നത്? റൈപ്പനിങ് എന്ന് പറഞ്ഞാല് ഓക്സിഡേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓക്സിഡേഷൻ ഓഫ് ഹെമറ്റോക്സിലിൻ. സോ ഓക്സിഡേഷൻ ഓഫ് ഹെമറ്റോക്സിലിൻ എന്തായിട്ടാ കൺവേർട്ട് ചെയ്യുന്നത്? ഓക്സിഡേഷൻ നടന്നാൽ എന്തായിട്ടാ കൺവേർട്ട് ചെയ്യുക? യെസ്, വെരി ഗുഡ്. ഹെമാറ്റിൻ അല്ലെ, ഹെമാറ്റിൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. സോ ഈ ഹെമറ്റോക്സിലിൻ എന്ന് പറയുന്ന ഒരു കളർലെസ് ആണ്. ഓക്കെ, സോ അവര് ഓക്സിഡൈസ്ഡ് ആവുമ്പോഴാണ് ഹെമറ്റിൻ എന്ന് പറയുന്ന ആ ഒരു ആക്ച്വൽ സ്റ്റെയിനിങ് ഏജന്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ റൈപ്പണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മീനിങ്, വേർഡ് മീനിങ് ഉദ്ദേശിക്കുന്ന ഓക്സിഡേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ.
വിച്ച് സ്റ്റെയിൻ ഡെമോൺസ്ട്രേറ്റ്സ് അയേൺ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അയേൺ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സ്റ്റെയിൻ ഓയിൽ റെഡോ ആണോ, മാസൺ സ്ട്രൈക്കോം ആണോ, പേഴ്സ് പെർസിൻ ബ്ലൂ ആണോ, ആൻഡ് ഡി സീൽ നീൽസൺ ആണോ? സോ നമ്മുടെ അയേൺ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ആരാണ്? യെസ്, വെരി ഗുഡ്. അയേൺ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് പേഴ്സ് പെർസിൻ ബ്ലൂ ആണല്ലേ. ദാറ്റ് ഡിറ്റക്ട്സ് ഫെറിക് അയേൺ. ഒരു ബ്ലൂ ഡെപ്പോസിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Arsine stain is used for, options are A, melanin, option B, elastic fibers, option C, fat, and option D, reticulin. ഏതായിരിക്കും? യെസ്, Arsine stain. പെട്ടെന്ന് തന്നെ ചാറ്റ് ചെയ്യാം നിങ്ങൾക്ക്. Arsine stain. യെസ്, കുറെ സി ആണ് വരുന്നത്. സി, ബി, മിക്സഡ് ആൻസേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. ബി ആണല്ലേ, എലാസ്റ്റിക് ഫൈബേഴ്സ് ആണ്. സോ ഈ ഓർസൺ സ്റ്റെയിൻ എലാസ്റ്റിക് ഫൈബേഴ്സിന് ബ്രൗൺ കളർ ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി മെലാനിൻ, മെലാനിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ മെലാനിൻ ഡിറ്റക്ടിങ് സ്റ്റെയിൻ എന്ന് പറയുന്നത് മാസൺ ഫോണ്ടാന സിൽവർ സ്റ്റെയിൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? മെലാനിൻ എന്ന് പറയുന്നത്. ദെൻ ഗോർഡോൺ ആൻഡ് സ്വീറ്റ് സിൽവർ സ്റ്റെയിൻ റെറ്റിക്കുലിൻ സ്റ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ ആൻസർ വരുന്നത് ബി ആണ്. എലാസ്റ്റിക് ഫൈബേഴ്സ് ആണ് ആൻസർ വരുന്നത്. സോ ഇവിടെ കാണാം ഓയിൽ റെഡ് ഓ, ദാറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്റ്റെയിൻ ന്യൂട്രൽ ഫാറ്റ്സ് ആൻഡ് ട്രൈഗ്ലിസറൈഡ്സ്. എന്ത് കളർ ആയിട്ടാണ് കൊടുക്കുന്നത്? ട്രൈഗ്ലിസറൈഡ്സ്, ന്യൂട്രൽ ഫാറ്റ്സ് ആൻഡ് ട്രൈഗ്ലിസറൈഡ് റെഡ് കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, ഓയിൽ റെഡ് ഓ റെഡ് കളറാണ് കൊടുക്കുന്നത്. അതുപോലെ സുഡാൻ ബ്ലാക്ക് ബി, ദാറ്റ് സ്റ്റെയിൻസ് ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് ന്യൂറൽ ഫാറ്റ്സ്. ഓക്കെ, ന്യൂട്രൽ ഫാറ്റ്സിനൊക്കെ സ്റ്റെയിൻ ചെയ്യുന്നതാണ് ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. സോ ആ കളർ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോ സുഡാൻ 3ഉം 4 ഒക്കെ ആണെങ്കിൽ എന്താ? ഓറഞ്ച്. ഓക്കെ, ഓറഞ്ച് ടു റെഡ്, ഓറഞ്ച് ടു റെഡ് കളറാണ് കൊടുക്കുന്നത്. ദാറ്റ് സ്റ്റെയിൻസ് ഫാറ്റ്. സോ ഈ ഒരു ടാബുലർ കോൾ ഒന്ന് പഠിച്ചു വെക്കണം എല്ലാവരും. നൈൽ ബ്ലൂ ആണെങ്കിൽ ദാറ്റ് ഡിഫറൻഷിയേറ്റ്സ് ന്യൂട്രൽ fat. Okay, that differentiate to pink color, and acidic lipids blue color ആയിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒരു ടാബുലർ കോളം നിങ്ങൾക്ക് ഒന്നിക്കൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നീട് ഒരു നോട്ട് ആക്കിയിട്ട് വെക്കാം. ഓക്കെ, സോ മാക്സിമം നിങ്ങൾ കൂടുതൽ റിവൈസ് ചെയ്യുക, എന്നാലേ നമുക്ക് ഓർമ്മയിൽ നിൽക്കുമല്ലോ. ഓക്കെ, സോ ഒരു സിമ്പിൾ നിമോണിക് ഉണ്ട്, അതായത് ഫാറ്റ്സ് ലവ് സുഡാൻ ആൻഡ് ഓയിൽ. ഓക്കെ, സോ ഇവിടെ കാണാം ഫാറ്റ്സ് ലവ് സുഡാൻ ആൻഡ് ഓയിൽ. സോ സുഡാൻ ഡൈസ് എന്ന് പറയുന്നത് 3,4 ബ്ലാക്ക് ബി, ദാറ്റ് ഈസ് ഓയിൽ റെഡോ ആൻഡ് ഓസ്മിയം, ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഇഎം. ഓക്കെ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലാണ് ചെയ്യുന്നത്. സോ ഈ ഒരു നിമോണിക് ആലോചിച്ച് വെച്ചാൽ മതി, ഫാറ്റ്സ് ലവ് സുഡാൻ ആൻഡ് ഓയിൽ. ക്ലിയർ അല്ലേ? സോ ആ ഒരു കാര്യം എന്തായാലും ആ ഒരു ബോക്സ് മസ്റ്റ് ആയിട്ട് പഠിക്കണം. യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which chemical causes tissue shrinkage? So tissue shrinkage cause ചെയ്യുന്ന കെമിക്കൽ ഏതാണ് എന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ആർ എ അസിറ്റിക് ആസിഡ്, ഓപ്ഷൻ ബി എത്തനോൾ, ഓപ്ഷൻ സി ഫോർമാലിൻ, ആൻഡ് ഓപ്ഷൻ ഡി ഓസ്മിയം ടെട്രോക്സൈഡ്. സോ ഏതായിരിക്കും ടിഷ്യൂ ഷ്രിങ്കേജ് കോസ് ചെയ്യുന്നത്? ടിഷ്യൂ ഷ്രിങ്കേജ് ആൻസർ പറയാം. ടിഷ്യൂ ഷ്രിങ്കേജ് കോസ് ചെയ്യുന്നത് എത്തനോൾ ആണല്ലേ, എത്തനോൾ. സോ ഈ ആൽക്കഹോൾ ശരിക്കും എന്താണ്? വാട്ടർ റിമൂവ് ചെയ്യുന്നത്, വാട്ടറിനെ റിമൂവ് ചെയ്യുന്നത്. ദാറ്റ് കോസസ് ഡിഹൈഡ്രേഷൻ അല്ലെ. എന്താണ് ഡിഹൈഡ്രേഷൻ അവിടെ സംഭവിക്കുന്നത്? അപ്പൊ എന്താ? കൂടുതൽ ടിഷ്യൂ ഷ്രിങ്ക് ആയി പോകും. ഇനി നമ്മുടെ അസിറ്റിക് ആസിഡിന്റെ ഉപയോഗം എന്താ? അസിറ്റിക് ആസിഡിന്റെ ഉപയോഗം ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അസിറ്റിക് ആസിഡിന്റെ ഉപയോഗം എന്താ? പെട്ടെന്ന് തന്നെ ആൻസർ പറയാം. അസിറ്റിക് ആസിഡിന്റെ ഉപയോഗം എന്താ? നമ്മൾ എന്തിനാ അസിറ്റിക് ആസിഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്? യെസ്, അത് റിങ്കിൾസും ഷ്രിങ്കേജും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അസിറ്റിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിട്ടില്ല കെമിക്കൽ കോസിങ് ടിഷ്യൂ ഷ്രിങ്കേജ്. ഓക്കെ, ഷ്രിങ്കേജ് ചെയ്യുന്ന, ഷ്രിങ്ക് ആവാൻ സഹായിക്കുന്ന ആളാണ് എത്തനോൾ. ഓക്കെ, സോ എത്തനോൾ ആണ്, അസിറ്റിക് ആസിഡ് ആയിട്ട് മാറിപ്പോവാൻ പാടില്ല. എത്തനോൾ ആണ് നമ്മളെ ആൻസർ. ഓക്കെ, ഇനി എന്താണ്? ഷ്രിങ്കേജ് ഇല്ലാതെ ആക്കാനാണെങ്കിൽ അസിറ്റിക് ആസിഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാരഫിൻ ഇൻഫിൽട്രേഷൻ യൂഷ്വലി ഹാപ്പൻസ് അറ്റ്.
സോ പാരഫിൻ ഇൻഫിൽട്രേഷൻ എത്രയിലാ വരുന്നത്? എത്ര ഡിഗ്രിയിലാ വരുക? 45-ലാണോ അല്ലെങ്കിൽ 56 to 60 ഡിഗ്രി സെൽഷ്യസ് ആണോ? ദെൻ 80 ഡിഗ്രി സെൽഷ്യസ് ആണോ? ദെൻ ഡി 20 ഡിഗ്രി സെൽഷ്യസ് ആണോ? പാരഫിൻ ഇൻഫിൽട്രേഷൻ യൂഷ്വലി ഹാപ്പൻസ് അറ്റ്, സോ പാരഫിൻ ഇൻഫിൽട്രേഷൻ എത്രയിലാ നടക്കുക? യെസ്, നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതായിരുന്നു അല്ലേ? എത്രയിലാണ്? 56 to 60. ഓക്കെ, അതിലാണ് ഈ പാരഫിൻ മെൽട്ട് ആയിട്ട് ആ ഒരു ടെമ്പറേച്ചറിലാണ് അവർ മെൽട്ട് ആവുക. പക്ഷെ ഇവരുടെ ഓവർ ഹീറ്റിംഗ് കൊടുത്താല് അവരെന്താവും? ഭയങ്കര ഹാർഡ് ആവും, ബ്രിട്ടിൽ ആവും. ഓക്കെ, ബ്രിട്ടിൽ എന്ന് വെച്ചാൽ എന്താ? വാട്ട് യു മീൻ ബൈ ബ്രിട്ടിൽ? ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രിട്ടിൽ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതിനെ നമ്മൾ ബ്രിട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈസിലി ബ്രേക്ക് ആയി പോകുന്നതിനെ നമ്മൾ ബ്രിട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹാർഡ് ആവുന്നുണ്ട്, അതുപോലെ പെട്ടെന്ന് തന്നെ ക്രാക്സ് ഫോം ചെയ്യും. ഓക്കെ, ക്രാക്സ് ഫോം ചെയ്താൽ പിന്നെ അതിനെ കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. സോ അത് ഓവർ ഹീറ്റിംഗ് ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ ഹാർഡ് ബ്രിട്ടിൽ ഫോർമേഷൻ. യെസ്, വെരി ഗുഡ്. ആദില, വെരി ഗുഡ്. യെസ്, നെക്സ്റ്റ് വൺ. The metallic stain used to demonstrate fungi is. So ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ളതാണല്ലേ. GMS ആണോ, പാസ് ആണോ, സുഡാൻ ബ്ലാക്ക് ആണോ, ഫീൽഡ് സ്റ്റെയിൻസ് ആണോ? ഏതാണ്? ഡെമോൺസ്ട്രേറ്റ് ഫംഗസ്, ഫംഗൈ. ഏതാ യൂസ് ചെയ്യുന്നത്? GMS ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഫംഗൈ ബ്ലാക്ക് ഓൺ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട്. സോ അതിന്റെ കളർ ഒന്ന് നോക്കി വെക്കുക. ബ്ലാക്ക് ഓൺ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ആണ് വരിക. സോ GMS ആണ്. Okay, GMS. Yes, very good. A. Chippy, Adira, very good, very good. Next one. Tissues are cleared to make them. എന്തിനാ ടിഷ്യൂസിനെ ക്ലിയർ ചെയ്യുന്നത്? ഫാറ്റ് ഫ്രീ ആക്കാനാണോ, അല്ലെങ്കിൽ അവരെ ട്രാൻസ്ലൂസന്റ് ആക്കാനോ, അല്ലെങ്കിൽ ഡിഹൈഡ്രേറ്റഡ് ആക്കാനാണോ, അല്ലെങ്കിൽ അസിഡിക് ആക്കാനാണോ? എന്തിനാ ഈ ടിഷ്യൂസിനൊക്കെ ക്ലിയർ ചെയ്യുന്നത്? എന്തിനാ? യെസ്, എന്തിനായിരിക്കും ക്ലിയർ ചെയ്യുന്നത്? Clear to make them. So tissues are clear to make them. എന്താണ് ആൻസർ വരുക? ടിഷ്യൂസിനെ ക്ലിയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലേ. സോ ഇതിലെ അവരെ ട്രാൻസ്ലൂസന്റ് ആക്കുക ചെയ്യാം. ഓക്കെ, ട്രാൻസ്ലൂസന്റ് ആക്കുക ചെയ്യാം. അതായത് ക്ലിയറിംഗ് നടത്തുമ്പം ടിഷ്യൂസ് ട്രാൻസ്ലൂസന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ട്രാൻസ്പെറന്റ് അല്ല. അത് എന്താണ്? ഇപ്പൊ ഈ നമ്മൾ ഈ ഒരു മിററിലേക്ക് കൂടി നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് കൂടെ നോക്കിയാൽ നല്ല ക്ലിയർ ആയിട്ട് അപ്പുറം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ അതിനെ പറയാ? ട്രാൻസ്പെറന്റ് എന്ന് പറയും അല്ലെ. ട്രാൻസ്പെറന്റ്. ആൻഡ് ഇൻ കേസ് ഇപ്പൊ ആ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ആ ഒരു വിൻഡോ, ഓക്കെ, വിൻഡോ ഗ്ലാസ് ഇപ്പം പൊടി പിടിച്ചിട്ട് ഡസ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊടി പിടിച്ചിട്ടൊക്കെ ആണെങ്കിൽ എന്താണ്? നമുക്ക് പുറത്തെ കാഴ്ച അത്ര വൃത്തിയിൽ കാണില്ല അല്ലെ, അത്ര ക്ലിയർ ആയിട്ട് കാണില്ല. സോ അതിനെയാണ് നമ്മൾ ട്രാൻസ്ലൂസൻ എന്ന് പറയുന്നത്. സോ ക്ലിയർ ടു മേക്ക്, ടിഷ്യൂസ് ആർ ക്ലിയർഡ്. സോ ക്ലിയർ ചെയ്താല് അവരെ ട്രാൻസ്ലൂസന്റ് ആക്കുക ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്ലൂസന്റ് ആണ് ആൻസർ വരിക. ഓക്കെ, ട്രാൻസ്ലൂസൻ ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ട്രാൻസ്ലൂസന്റും ഉണ്ടാവാം, അതുപോലെ ട്രാൻസ്പെറന്റും. ഓക്കെ, രണ്ടും കറക്റ്റ് ആണ്. ഇനിയിപ്പോ രണ്ടും വന്നാല് യു ക്യാൻ ഓപ്റ്റ് ഫോർ ട്രാൻസ്ലൂസന്റ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ട്രാൻസ്പെറന്റ്, ട്രാൻസ്ലൂസന്റ്. ഇനി വേറെ ഒന്നുണ്ട്, ഒപ്പാക്ക് എന്ന് പറഞ്ഞാൽ. ഒപ്പാക്ക് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ഒട്ടും കാണാൻ പറ്റില്ല. അതായത് ഒരു ചുമര് അല്ലെ, ഒരു വാളാണ്, നമുക്ക് അപ്പുറം എന്താന്ന് കാണാൻ പറ്റുമോ? ഇല്ല. സോ അതിനെയാണ് നമ്മൾ ഒപ്പാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ട്രാൻസ്പെറന്റ്, ട്രാൻസ്ലൂസന്റ് എന്തായാലും കറക്റ്റ് ആണ്. ഓക്കെ, ഓക്കെ. സോ നമ്മള് ടിഷ്യൂസിനെ ക്ലിയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി പറയാം, ഒന്നും കൂടി ക്ലിയർ ചെയ്യാം. അതായത് ടിഷ്യൂസിനെ ക്ലിയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അവരെ ആക്കുന്നത്? വി ആർ മേക്കിംഗ് ദം ട്രാൻസ്ലൂസന്റ്. ഓക്കെ, സോ ട്രാൻസ്ലൂസന്റ് അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് എന്ന് പറയാം. ഓക്കെ, ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ട്രാൻസ്പെറന്റ് ആയാലും കറക്റ്റ് ആണ്, ട്രാൻസ്ലൂസന്റ് ആയാലും കറക്റ്റ് ആണ്. ബട്ട് ഒരിക്കലും ഓപ്റ്റ് ചെയ്യാൻ പാടില്ല, ഒപ്പാക്ക് എന്ന് പറയുന്ന ഒരിക്കലും ഓപ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇവിടെ എന്താ നടക്കുന്നത്? ക്ലിയറിംഗ് ഏജന്റ്സ് റീപ്ലേസ് ചെയ്യുന്നല്ലേ, ആൽക്കഹോൾസിന റീപ്ലേസ് ചെയ്തിട്ട് ടിഷ്യൂസിനെ എന്താണ് ഭയങ്കര ട്രാൻസ്പെറന്റ് ആക്കുക ചെയ്യുന്നത്. പാരഫിൻ സെക്ഷൻ, അതിന്റെ എന്താണ് പാരഫിൻ സെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ക്ലിയർ അല്ലെ, ഭയങ്കര നേരിയൊരു സെൽസിനെ നമുക്ക് വേണ്ടതല്ലേ, ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ടിഷ്യൂസിനെ നമുക്ക് വേണ്ടത്. സോ അത്രയും എന്താണ് നമ്മൾ മൈക്രോസ്കോപ്പിക്കലി നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ അല്ലെ, ലൈറ്റ്സ് ഒക്കെ അതിലേക്ക് ഇലുമിനേഷൻ കൊണ്ട് അതിനെ നമുക്ക് അത്ര ക്ലിയർ ആയിരിക്കണം, അതിന്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ. സോ അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്ലിയറിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ട്രാൻസ്ലൂസന്റ് ആക്കുക ചെയ്യുന്നത്.
ഓക്കെ, അതായത് നമുക്ക് ക്ലിയർ ആക്കുക ചെയ്യുന്നത്. ഇനിയിപ്പം ഇവിടെ ട്രാൻസ്ലൂസന്റ് അല്ല ട്രാൻസ്പെറന്റ് ആണെങ്കിൽ അതും കറക്റ്റ് ആണ് എന്നാ പറഞ്ഞത്. ഓക്കെ, ഇനി ഒപ്പാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ആ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഒപ്പാക്ക് മീൻസ് ഒന്നും കാണാത്ത രീതിനെ നമ്മൾ ഒപ്പാക്ക് എന്ന് പറയുന്നത്. ട്രാൻസ്പെറന്റ് ട്രാൻസ്ലൂസന്റ് കറക്റ്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കണം എല്ലാവരും, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ, cryostat temperature is usually maintained at. Cryostat temperature, yes, simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. എത്രയാണ് ക്രയോസ്റ്റാറ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? -5 ഡിഗ്രി സെൽഷ്യസ് ആണോ, -20 ഡിഗ്രി സെൽഷ്യസ് ആണോ, -80 ഡിഗ്രി സെൽഷ്യസ് ആണോ, അല്ലെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസ് ആണോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യെസ്, പെട്ടെന്ന് തന്നെ ആൻസർ കുറെ ആൾക്കാർ പറഞ്ഞു. വെരി ഗുഡ്. -20 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ക്രയോസ്റ്റാറ്റ് ടെമ്പറേച്ചർ. ഓക്കെ, ബി. വെരി ഗുഡ്, വെരി ഗുഡ്. ചിപ്പി, ഷിന്നു, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, the chemical responsible for hardening paraffin block is. സോ ഹാർഡനിങ് ചെയ്യാൻ വേണ്ടിട്ട് ഏതാ യൂസ് ചെയ്യുന്നത്? സൈലിൻ ആണോ, പാരഫിൻ വാക്സ് ആണോ, ടൊലീൻ ആണോ, അല്ലെങ്കിൽ കൂളിംഗ് ആണോ നമ്മൾ ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? യെസ്, എന്താണ് കെമിക്കൽ റെസ്പോൺസിബിൾ ഫോർ ഹാർഡനിങ് പാരഫിൻ? പാരഫിനെ ഒന്ന് ഹാർഡൻ ചെയ്യിപ്പിക്കാൻ നമ്മൾ പാരഫിൻ വാക്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. പാരഫിൻ ഹാർഡൻസ് ചെയ്യുന്നത് എപ്പാണ്? അതിനൊന്ന് കൂൾ ചെയ്യുമ്പോഴാണ് അത് ഹാർഡ് ആവുന്നത്. ഓക്കെ, ഫോമിങ് സോളിഡ് ബ്ലോക്സ്. നമുക്ക് നല്ല കട്ടിയുള്ള സോളിഡ് ബ്ലോക്സിനാ വേണ്ട, അപ്പോഴേ നമുക്ക് നല്ല വൃത്തിയിൽ മൈക്രോടോം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ പാരഫിൻ വാക്സ് ആണ്, ബി ആണ് ആൻസർ വരിക. വെരി ഗുഡ് ആതിര, ചിപ്പി, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, purpose of flotation bath is. So flotation bath, എന്തിനാണ് ഈ ഫ്ലോട്ടേഷൻ ബാത്ത്? ഡിഹൈഡ്രേഷൻ ആണോ, അല്ലെങ്കിൽ എക്സ്പാൻഡിങ് ആൻഡ് ഫ്ലാറ്റനിങ് സെക്ഷൻസ് ആണോ, അല്ലെങ്കിൽ റീഫിക്സേഷൻ ആണോ, അല്ലെങ്കിൽ ഡീകാൽസിഫിക്കേഷൻ ചെയ്യാനാണോ? സോ purpose of ഫ്ലോട്ടേഷൻ ബാത്ത് നിങ്ങൾ എല്ലാവരും പരിചയമില്ലതായിരിക്കും അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഫ്ലോട്ടേഷൻ ബാത്ത്. എന്തിനാണ് ഫ്ലോട്ടേഷൻ ബാത്തിന്റെ പർപ്പസ്? നമ്മൾ ഫ്ലാറ്റൻ ചെയ്യാൻ, നമ്മൾ സെക്ഷൻസ് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാനും ഫ്ലാറ്റൻ ചെയ്യാനും. യെസ്, വെരി ഗുഡ്, ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ നല്ല എന്താണ്, റിങ്കിൾ ഫ്രീ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡീകാൽസിഫിക്കേഷൻ ഇസ് ഡൺ ഫോർ ഡീകാൽസിഫിക്കേഷൻ. സോ നമുക്കറിയാം ചില ഓർഗൻസിന് മാത്രമേ നമ്മൾ ഡീകാൽസിഫിക്കേഷൻ ചെയ്യില്ലൂ അല്ലെ, സോഫ്റ്റ് ടിഷ്യൂസിനൊക്കെ നമ്മൾ ഡീകാൽസിഫൈ ചെയ്യില്ല അല്ലെ. സോ ഇതിൽ ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതായിരിക്കും ഡീകാൽസിഫിക്കേഷൻ ചെയ്യുന്നത്? ബ്രെയിൻ ടിഷ്യൂസ് ആണോ, ബോൺ ആണോ, ഫാറ്റി ടിഷ്യൂസ് ആണോ, സ്കിൻ ആണോ? ഏതായിരിക്കും? യെസ്, കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. ഏതായിരിക്കും? യെസ്, വെരി ഗുഡ്, ബി, ബോൺ ആണ് അല്ലെ. ബോണിനെ നമ്മൾ കൂടുതൽ ഡീകാൽസിഫൈ ചെയ്യുന്നത്, ബോണിനെ. The next one, most common decalcifying agent is. So most common ആയിട്ടുള്ള decalcifying agent എന്തായിരിക്കും? നൈട്രിക് ആസിഡ് ആണോ, EDTA ആണോ, അസറ്റോൺ ആണോ, ബ്രോമിൻ വാട്ടർ ആണോ? ഏതാണ് മോസ്റ്റ് കോമൺ ആണ് ചോദിച്ചിട്ടുള്ളത്? മോസ്റ്റ് കോമൺ ഡീകാൽസിഫൈങ് ഏജന്റ്. യെസ്, ഡൗട്ട് ഒന്നും ഇല്ല അല്ലെ. എല്ലാവരും ആൻസർ എ തന്നെയാ പറയുന്നത്. വെരി ഗുഡ്, എ ആണ്. നൈട്രിക് ആസിഡ് ആണല്ലേ, നൈട്രിക് ആസിഡ് ആണ്. സോ റാപ്പിഡ് ഡീകാൽസിഫിക്കേഷൻ ക്യാൻ ഡാമേജ് മോർഫോളജി ഇഫ് പ്രൊലോങ്. സോ കൂടുതൽ നമ്മൾ എന്താണ് എന്തും അധികം ആവാൻ പാടില്ല എന്ന് പറയലുണ്ടല്ലേ. സോ പ്രൊലോങ്ഡ് ആയി കഴിഞ്ഞാൽ അത് ബ്രിട്ടിൽ ആവും, അത് ഈസിലി ബ്രേക്കബിൾ ആവും, നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. സോ മോസ്റ്റ് ജെന്റിൽ അല്ലെങ്കിൽ മൈൽഡസ്റ്റ് ആയിട്ടുള്ള ഡീകാൽസിഫൈങ് ഏജന്റ് എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും വരിക? മോസ്റ്റ് ജെന്റിൽ ഡീകാൽസിഫൈങ് ഏജന്റ് യൂസ്ഡ് ഇൻ ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്തായിരിക്കും പറയാ? ഫോമിക് ആസിഡ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ മൈൽഡ് ജെന്റിൽ ആസിഡ് ഡീകാൽസിഫയർ. ഓക്കെ, ഫോമിക് ആസിഡ് ആണ്. എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫോർമിക് ആസിഡ് ആണ് മൈൽഡ് ജെന്റിൽ ആസിഡ് ഡീകാൽസിഫയർ. Okay, so that is a weak organic acid ആണ്, much gentler than strong acids. Okay, so that is good for tissue preservation, faster than EDTA, commonly used in routine labs for bone, cartilage, അതിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ മൈൽഡ് ജെന്റിൽ ആസിഡ് ഡീകാൽസിഫയർ എന്ന് പറയുമ്പോൾ ഫോർമിക് ആസിഡ് ആണ് ആൻസർ വരിക. ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഈ പോയിന്റ്.
നെക്സ്റ്റ് നോക്കിയേ, സെക്ഷൻ റിങ്കിൾസ് ഓൺ ദ സ്ലൈഡ്സ് ആർ ഡ്യൂ ടു. റിങ്കിൾസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ റിങ്കിൾസ് വരുന്നത്? ഓവർ ഹീറ്റിംഗ് ഓഫ് പാരഫിൻ കൊണ്ടാണോ, അല്ലെങ്കിൽ കോൾഡ് വാട്ടർ ഇൻ ഫ്ലോട്ടേഷൻ ബാത്ത് കൊണ്ടാണോ, കോൾഡ് വാട്ടർ യൂസ് ചെയ്യുന്ന കൊണ്ടാണോ, ഡൾ മൈക്രോട്ടോം നൈഫ് യൂസ് ചെയ്യുന്ന കൊണ്ടാണോ, അല്ലെങ്കിൽ എയർ ബബിൾസ് ഉള്ള കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഈ സെക്ഷൻ റിങ്കിൾസ് വരുന്നത്? എന്തുകൊണ്ടായിരിക്കും സെക്ഷൻ റിങ്കിൾസ് ഒക്കെ ഫോം ചെയ്യുന്നത്? യെസ്, എന്താണ് ആൻസർ? കോൾഡ് വാട്ടർ ബാത്ത് അല്ലെ? കോൾഡ് വാട്ടർ ബാത്ത് ആവുമ്പോഴാണ് റിങ്കിൾസ് വരുന്നത്. ഓക്കെ, വാം ആയിരിക്കണം, അതായത് കൂടുതൽ ചൂട് പാടില്ല, ആ ഒരു എന്താണ് ആ ഒരു ബോഡി ടെമ്പറേച്ചർ പോലെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അതിനെ നമ്മൾ വാം എന്ന് പറയുന്നത്, വാം വാട്ടർ ആയിരിക്കണം. ഓക്കെ, സോ വാം വാട്ടർ ആണെങ്കിൽ മാത്രമേ സെക്ഷൻസ് റിങ്കിൾ ചെയ്യാതെ സ്ലൈഡിൽ നിൽക്കില്ലു. ഓക്കെ, സോ കോൾഡ് വാട്ടർ ബാത്ത് തെറ്റാണ്. സെക്ഷൻ റിങ്കിൾസ് ഓൺ ദ സ്ലൈഡ് ഡ്യൂ ടു കോൾഡ് വാട്ടർ ബാത്ത്. Next one, the dye that stain RBC orange red in H and E. So orange red ആയിട്ട് സ്റ്റെയിൻ ചെയ്യുന്നത് ഹെമറ്റോക്സിലിൻ ആൻഡ് ഇയോസിനിൽ ഏതാണ്? ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. ഏതാ വരുക ആൻസർ? ഓറഞ്ച് റെഡ്. യോസിൻ ആണല്ലേ. യോസിൻ എന്ന് പറയുന്നത് അസിഡിക് ആണ്. ഈ അസിഡിക് ആയിട്ടുള്ള ആൾക്കാര് എന്താണ് സ്റ്റെയിൻ ചെയ്യുക? ബേസിക് സ്ട്രക്ചേഴ്സിനെ അവര് സ്റ്റെയിൻ ചെയ്യുക. സോ ബേസിക് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം, RBCs, ഇതൊക്കെയാണ് ബേസിക് സ്ട്രക്ചേഴ്സ്. ഓക്കെ, സോ ഈ ബേസിക് സ്ട്രക്ചേഴ്സിനെയാണ് ഇവര് സ്റ്റെയിൻ ചെയ്യുക. എന്താണ് കളറ്? ഓറഞ്ച് റെഡ് കളർ. ഓക്കെ, നെക്സ്റ്റ് വൺ, which stain demonstrate mucin? Mucin demonstrate ചെയ്യുന്നത് ഓപ്ഷൻസ് ആർ കോൺഗോ റെഡ്, ഓപ്ഷൻ ബി പാസ്, ഓപ്ഷൻ സി മാസൻസ് ട്രൈക്കോം ആൻഡ് ഓപ്ഷൻ ഡി ജീംസ. സോ ഏതാണ് മ്യൂസിൻസ്? നമ്മൾ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂം ലൈവിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പാസ് ആണല്ലേ. പാസ് സ്റ്റെയിൻസ് ഏതിനാണ് സ്റ്റെയിൻ ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റിനും മ്യൂസിൻ ഓക്കെ മജന്ത കളർ ആയിട്ടാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. യെസ്, ബി ആണ് ആൻസർ വരിക. Next one, yellowish brown sections after silent clearing are due to. Yellowish brown section. എന്തുകൊണ്ടാണ് ഈ യെല്ലോയിഷ് ബ്രൗൺ സെക്ഷൻസ് വരുന്നത്? സൈലിൻ യൂസ് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാല് അണ്ടർ ക്ലിയറിംഗ് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ കൂടുതൽ ഓവർ ക്ലിയറിംഗ് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ പുവർ ഫിക്സേഷൻ ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഓവർ ആയിട്ട് സ്റ്റെയിൻ ചെയ്തുകൊണ്ടാണോ? എന്തായിരിക്കും? യെല്ലോയിഷ് ബ്രൗൺ സെക്ഷൻസ് ആഫ്റ്റർ സൈലിൻ ക്ലിയറിംഗ്. സൈലിൻ വെച്ച് ക്ലിയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാ? യെസ്, വെരി ഗുഡ്, ബി ആണ്. ഓവർ ക്ലിയറിംഗ് ഉണ്ടാവുമ്പോ ആണ് വരുക. ഓക്കെ, യെസ്, വെരി ഗുഡ്, ബി ആണ്. നെക്സ്റ്റ് വൺ, ദ പ്രൈമറി പേർപ്പസ് ഓഫ് ഫിക്സേഷൻ ഈസ് ടു. സോ പ്രൈമറി പേർപ്പസ് എന്തിനാ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം തന്നെ ഹിസ്റ്റോടെക്നോളജി പറയുമ്പോൾ തന്നെ നമ്മൾ ഫിക്സേറ്റീവ്സ്, ഫിക്സേഷൻ ഒക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. എന്തിനാ ഈ ഫിക്സേഷൻ? എന്തുകൊണ്ടാണ് നമ്മൾ ഫിക്സേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് പോകുന്നത്? ഫസ്റ്റ് തന്നെ ഓപ്ഷൻസ് ആർ dehydrate the tissue, option B hardens the tissue only, option C preserve tissues in a life like state, option D stain the tissue. So dehydration ചെയ്യാനാണോ, ടിഷ്യൂസിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഹാർഡൻ ചെയ്യാനാണോ, ടിഷ്യൂസിനെ നന്നായി കട്ടി വരുത്താനാണോ, അല്ലെങ്കിൽ പ്രിസർവ് ടിഷ്യൂസ് ഇൻ എ ലൈഫ് ലൈക്ക് സ്റ്റേറ്റ്. ഓക്കെ, നല്ല എന്താണ് നമുക്ക് പിന്നെയും സ്റ്റഡി ചെയ്യാനുള്ള രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ സ്റ്റെയിൻ ദ ടിഷ്യൂ ജസ്റ്റ് സ്റ്റെയിൻ ചെയ്യേണ്ട പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണോ? ഏതായിരിക്കും വരുക? യെസ്, ആൻസർ വന്നു. യെസ്, വെരി ഗുഡ്, എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സി ആണ് ആൻസർ പറയുന്നത് അല്ലേ. സോ പ്രിസർവ് ടിഷ്യൂസ് ഇൻ എ ലൈഫ് ലൈക്ക് സ്റ്റേറ്റ്, അതായത് ഓട്ടോലൈസിസ്, പിട്രോഫാക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്, ഫിക്സേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, 10% ഫോർമാലിൻ കണ്ടെയ്ൻസ് അപ്രോക്സിമേറ്റ്ലി. സോ 10% ഫോർമാലിൻ എത്രയായിരിക്കും ഫോർമാൽഡിഹൈഡ് ഉണ്ടാവുക? സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണേ. 4% ഫോർമാൽഡിഹൈഡ് ആണോ, 10% ആണോ, അല്ലെങ്കിൽ 37% ഫോർമാൽഡിഹൈഡ് ആണോ, 1% ഫോർമാൽഡിഹൈഡ് ആണോ? ഏതായിരിക്കും വരുക? യെസ്, വെരി ഗുഡ്, 4% ആണ് വരുക. ഓക്കെ, കമേഴ്ഷ്യൽ ഫോർമാലിൻ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് 37 to 40 ആണ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി ഇവിടെ 10% ഫോർമാലിൻ, 10% ഫോർമാലിൻ എന്ന് പറയുന്നത് 4% ഫോർമാൽഡിഹൈഡ് സൊല്യൂഷൻ ആണ്. സോ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, which of the following is not a coagulative fixative? So coagulative fixative നോട്ട് ആണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാത്തത് ഇതിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻസ് ആർ ആൽക്കഹോൾസ്, ഓപ്ഷൻ ബി പിക്രിക് ആസിഡ്, ഓപ്ഷൻ സി മെർക്കുറി ക്ലോറൈഡ് ആൻഡ് ഓപ്ഷൻ ഡി ഫോർമാൽഡിഹൈഡ്. ഏതായിരിക്കും വരിക? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ coagulative fixative? സോ കൊയാഗുലേറ്റീവ് ഫിക്സേറ്റീവ് അല്ലാത്തത് ഏതാണ്? സോ നോൺ കൊയാഗുലന്റ് ആയിട്ടുള്ള ഫിക്സേറ്റീവ് ഏതാണെന്നാ ചോദിക്കുന്നത്. യെസ്, ഏതാണ്? നമ്മൾ ഇന്ന് മോർണിംഗ് സെഷനിലൊക്കെ ഡിസ്കസ് ചെയ്തതായിരുന്നു അല്ലെ, ഫോർമാൽഡിഹൈഡ് ആണ്. ദാറ്റ് ഈസ് നോൺ കൊയാഗുലന്റ് ഫിക്സേറ്റീവ് ആണ് ഫോർമാൽഡിഹൈഡ് പറയുന്നത്. ആൽക്കഹോൾ, മെർക്കുറി ക്ലോറൈഡ്, പിക്രിക് ആസിഡ് ഒക്കെ എന്താണ്, കൊയാഗുലേറ്റീവ് ഫിക്സേറ്റീവിൽ വരുന്നതാണ്. ഓക്കെ, സോ നോൺ കൊയാഗുലന്റ് എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാത്തതാണ്, ദാറ്റ് ഇസ് ഫോർമാൽഡിഹൈഡ് ആണ്. ഓക്കെ, ജസ്റ്റ് ക്രോസ് ലിങ്ക്സ് മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ, സോ ക്രോസ് ലിങ്കിങ് ഫിക്സേറ്റീവ്സിൽ വരുന്നതാണ് ആൽഡിഹൈഡ്സ്, ദാറ്റ് ഇസ് ഫോർമാലിൻ, ഗ്ലൂട്ടാറാൾഡിഹൈഡ് ഒക്കെ. ദെൻ കൊയാഗുലന്റ് ഫിക്സേറ്റീവ് ആൽക്കഹോൾസ്, അസറ്റോൺസ്, ക്ലോറൈഡ്, പിക്രിക് ആസിഡ്, ഇതൊക്കെയാണ് ക്രോസ് ലിങ്കിങ് ഫിക്സേറ്റീവ്. പ്രിസർവ് അൾട്രാ സ്ട്രക്ചേഴ്സ് അല്ലെ, ആ സ്ട്രക്ചേഴ്സും എന്താണ്, കൊയാഗുലന്റ് ഫേം ആക്കും ടിഷ്യൂസിന. ഓക്കെ, സോ ക്രോസ് ലിങ്കിങ് എന്താണ്, കൊയാഗുലന്റ് എന്താന്ന് നോക്കി വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലൂട്ടാറാൾഡിഹൈഡ് ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ. സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്ലൂട്ടാറാൾഡിഹൈഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഗ്ലൂട്ടാറാൾഡിഹൈഡ് ഓപ്ഷൻസ് ആർ റുട്ടീൻ H&E, ഓപ്ഷൻ ബി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ഓപ്ഷൻ സി ലിപ്പിഡ് സ്റ്റെയിനിങ് ആൻഡ് ഓപ്ഷൻ ഡി ഫ്രോസൺ സെക്ഷൻ. എന്തിനായിരിക്കും ഗ്ലൂട്ടാറാൾഡിഹൈഡ് യൂസ് ചെയ്യുന്നത്? യെസ്, ബി അല്ലേ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലൂട്ടാറാൾഡിഹൈഡ്. അൾട്രാ സ്ട്രക്ചേഴ്സ് ഒക്കെ അത്രയും ക്ലിയർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിക്സേറ്റീവ്സ് കോമൺലി യൂസ്ഡ് ഫോർ ടെസ്റ്റസ് ആൻഡ് GI ബയോപ്സീസ്. സോ സോഫ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റസ് ആൻഡ് GI ബയോപ്സീസിന് യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ്സ് ഏതാണെന്നാ ചോദിക്കുന്നത്. ബോയിൻസ് ഫ്ലൂയിഡ് ആണോ, അല്ലെങ്കിൽ 10% NBF ആണോ, സി കാർനോയ്സ് ഫ്ലൂയിഡ് ആണോ, ആൻഡ് ഡി സെങ്കേഴ്സ് ഫ്ലൂയിഡ് ആണോ? ഏതായിരിക്കും വരുക? യെസ്, ഏതായിരിക്കും? ആൻസർ ഒന്ന് പറഞ്ഞേ, ഏതായിരിക്കും വരുക? ഫിക്സേറ്റീവ്സ് കോമൺലി യൂസ് ഫോർ ടെസ്റ്റസ് ആൻഡ് GI ബോയിൻസ്. യെസ്, എ ചിപ്പി, വെരി ഗുഡ്, എ ആണ് അല്ലെ ബോയിൻസ് ഫിക്സേറ്റീവ്. ശ്രീകുട്ടി, ഓക്കെ വെരി ഗുഡ്, ശ്രീകുട്ടി, ചിപ്പി, അതിലെല്ലാം നമ്മൾ സോഫ്റ്റ് ടിഷ്യൂസ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്, ബോയിൻസ് ആണ്. സോ എ ആണ് ആൻസർ വരിക. നെക്സ്റ്റ് വൺ, ദ സീക്വൻസ് ഓഫ് ടിഷ്യൂ പ്രോസസിംഗ് ഈസ്. സോ ഈ ഒരു ക്വസ്റ്റ്യനും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയതാണ്. ഇത് തെറ്റിച്ചാൽ പിന്നെ നമുക്ക് എന്താണ്, ഭയങ്കര വിഷമായിരിക്കും അല്ലെ നമുക്ക്. കാരണം നമ്മൾ ഹിസ്റ്റോടെക്നോളജി എന്ന് പറയുന്നത് പഠിച്ചു തുടങ്ങുന്നത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. സോ ഈ ഒരു സ്റ്റെപ്സ് നന്നായി പഠിച്ചു വെക്കണം. ഓപ്ഷൻസ് ആർ, സോ ദ സീക്വൻസ് ഓഫ് ടിഷ്യൂ പ്രോസസിംഗിന്റെ അതിന്റെ ഓപ്ഷൻസ് ആ പറയുന്നത്, ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കുന്നത്. ഫിക്സേഷൻ, ക്ലിയറിംഗ്, ഡിഹൈഡ്രേഷൻ, എംബെഡിംഗ് ആണോ? ദെൻ ഫിക്സേഷൻ കഴിഞ്ഞ് ഡീഹൈഡ്രേഷൻ, ദെൻ ക്ലിയറിംഗ്, ദെൻ എംബെഡിംഗ് ആണോ? അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഫസ്റ്റ് തന്നെ ഡീഹൈഡ്രേഷൻ, ദെൻ ഫിക്സേഷൻ, ക്ലിയറിംഗ്, എംബെഡിംഗ്, ദെൻ ഡി പറയുന്നത് ഫിക്സേഷൻ, എംബെഡിംഗ്, ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്. സോ ഏതായിരിക്കും വരുക? ഏതായിരിക്കും വരുക? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കാൻ ചാൻസും ഇല്ല ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. കൺഫ്യൂസ്ഡ് ആയി തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫിക്സേഷൻ കഴിഞ്ഞ് ഡീഹൈഡ്രേഷൻ അല്ലെ, ക്ലിയറിംഗ്, എംബെഡിംഗ്, അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഫ്ലോ വരിക, ആ ഒരു സീക്വൻസ് വരിക. ഓക്കെ, യെസ്. സോ എല്ലാവരും ഒന്ന് ആ ഒരു സീക്വൻസ് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, ഓവർ ഡീകാൽസിഫിക്കേഷൻ മേ കോസ്. സോ ഓവർ ആയിട്ട് ഡീകാൽസിഫൈ ചെയ്താൽ എന്താ സംഭവിക്കുക? ബെറ്റർ ന്യൂക്ലിയർ സ്റ്റെയിനിങ് ആണോ കിട്ടുക, അല്ലെങ്കിൽ ലോസ് ഓഫ് ന്യൂക്ലിയർ ഡീറ്റെയിൽസ് ആണോ, ആൻഡ് സി ലെസ് സോഫ്റ്റനിങ് ഓഫ് ടിഷ്യൂസ്, ആൻഡ് ഡി തിക്കർ സെക്ഷൻസ്. സോ ഏതായിരിക്കും വരുക? ഓവർ ഡീകാൽസിഫിക്കേഷനിൽ, ഓവർ ഡീകാൽസിഫിക്കേഷൻ എന്താണ്, ന്യൂക്ലിയർ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഏതാ വരുക? ഓപ്ഷൻ
ബി ആണ് വരിക അല്ലെ. പ്രൊലോങ് പീരിയഡ് ഡാമേജ് ടു DNA, പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ എന്താണ് ഡീകാൽസിഫൈ ചെയ്തോണ്ടേ നിന്നാൽ എന്താ DNA വരെ ഡാമേജ് ആയി പോകും. അപ്പൊ എന്താ ന്യൂക്ലിയർ സ്റ്റെയിനിങ്ങും കാര്യങ്ങളും ഒന്നും സംഭവിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, the safest decalcifying agent among the following is. So safest decalcifying agent ആണ് ചോദിക്കുന്നത്. Options are A nitric acid, option B hydrochloric acid, option C EDTA and option D formic acid. So safest decalcifying agent, അതായത് നമുക്ക് പ്രശ്നമൊന്നുമില്ലാത്ത സേഫ് ആയിട്ടുള്ള ഡീകാൽസിഫൈങ് ഏജന്റ് ഏതാണ് ഇതിൽ നിന്ന് ചോദിക്കുന്നത്. ഏതായിരിക്കും? യെസ്, ചിപ്പി, വെരി ഗുഡ്. EDT ആണല്ലേ. സ്ലോ ആണ്, പക്ഷെ അവരുടെ ആക്ഷൻ സ്ലോ ആണ്. But they are gentle and best preserve morphology and antigen. So that is the safest decalcifying agent. Okay, കാൽഷ്യത്തിൽ പോയി ബൈൻഡ് ചെയ്യും decalcifying agent ആണ്. Okay, so next one, microtome artifact, chatter or Venetian blind appearance is due to. എന്തുകൊണ്ടാണ്? ഓപ്ഷൻസ് ആർ ബ്ലണ്ട് നൈഫ് ആയതുകൊണ്ടാണോ, അതായത് മൂർച്ചില്ലാത്ത നൈഫ് ആയതുകൊണ്ടാണോ ഈ ഒരു ചാറ്റർ കിട്ടുന്നത്? ആൻഡ് ബി ഓവർ ഡീകാൽസിഫൈഡ് ആയിട്ടുള്ള ടിഷ്യൂ പ്രസൻസ് കൊണ്ടാണോ? ഓപ്ഷൻ സി ഹാർഡ് ടിഷ്യൂസ് അല്ലെങ്കിൽ ആംഗിൾ റോങ് ആവുമ്പോഴാണോ? ആൻഡ് ഡി ഓൾ ഓഫ് ദി അബവ് ആണോ? എന്തുകൊണ്ടായിരിക്കും വെനീഷ്യൻ ബ്ലൈൻഡ് അല്ലെങ്കിൽ ചാറ്റർ എന്ന് പറയുന്നത്? അതായത് ഒരു പാരലൽ ആയിട്ട് നമുക്ക് ലൈറ്റ് ഡാർക്ക് അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് അല്ലാത്ത സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ആ ഒരു സെഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. എന്തായിരിക്കും ആൻസർ വരുന്നത്? യെസ്, എല്ലാം ഡി അല്ലേ. എല്ലാം കൊണ്ട് ബ്ലൈൻഡ് നൈഫ് ആയിക്കോട്ടെ, ഓവർ ഡീകാൽസിഫിക്കേഷൻ അല്ലെങ്കിൽ ടിഷ്യൂ ഹാർഡ് ടിഷ്യൂ ആവാം, അല്ലെങ്കിൽ റോങ് ആംഗിളിൽ വെച്ചാലും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. യെസ്, ഡിസ്കസ് ചെയ്തതായിരുന്നു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, ribbon not forming during section cutting is most commonly due to. എന്തുകൊണ്ടാ റിബൺ ആയിട്ട് ഫോം ചെയ്യാത്ത സെക്ഷൻ കട്ടിങ്ങില് is most common due to? നോട്ട് ഫോമിംഗ് ആണ് ചോദിക്കുന്നത്. വാക്സ് ടു സോഫ്റ്റ് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ വാക്സ് ടു ഹാർഡ് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ റോങ് ക്ലിയറൻസ് ആംഗിൾ ഇല്ലതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഡി ഇൻഅഡിക്വേറ്റ് ഇൻഫിൽട്രേഷൻ ആയതുകൊണ്ടാണോ? എന്തായിരിക്കും നമ്മൾ റിബൺസ് കിട്ടുന്നത്? ആ ഒരു സെക്ഷൻ നല്ല രീതിയിൽ റിബൺ കിട്ടാതെ ഇരിക്കാൻ എന്തായിരിക്കും കാരണം? യെസ്, എന്തായിരിക്കും കാരണം? യെസ്, വെരി ഗുഡ്. സി ആതിര, യെസ്, റോങ് ക്ലിയറൻസ് ആംഗിൾ അല്ലെ. ആ ഒരു ആംഗിൾ ക്ലിയർ ആണെങ്കിൽ ടു സ്മോളും ടു ലാർജും ആവാൻ പാടില്ല. ഓക്കെ, സോ അത് എന്താണ് നമ്മുടെ റിബൺ ഫോം ചെയ്യുന്ന റിബണിനെ ബാധിക്കും. ഓക്കെ, പ്രോപ്പർ ഫോർമേഷൻ ഓഫ് റിബൺ അവിടെ നടക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a flotation bath is usually kept at. So നേരത്തെ നമ്മൾ ഇതിന്റെ എന്താണ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഫ്ലോട്ടേഷൻ ബാത്ത് ഏത് ടെമ്പറേച്ചർ ആയിരിക്കും? അപ്പൊ ആ ടൈമിൽ ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് ടെമ്പറേച്ചർ ആണ്? റൂം ടെമ്പറേച്ചർ ആണോ, അല്ലെങ്കിൽ ജസ്റ്റ് ബിലോ പാരഫിൻ മെൽറ്റിംഗ് ആണോ, അല്ലെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസ് ബിലോ പാരഫിൻ മെൽറ്റിംഗ് ആണോ, ആൻഡ് ഡി 5 to 10 ബിലോ പാരഫിൻ മെൽറ്റിംഗ് ആണോ? എന്തിലായിരിക്കും? ഫ്ലോട്ടേഷൻ ബാത്ത്. സോ ഫ്ലോട്ടേഷൻ ബാത്ത് വെക്കുമ്പോ നമ്മളെ ടെമ്പറേച്ചർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അല്ലെ. 5 to 10 ഡിഗ്രി സെൽഷ്യസ് ബിലോ പാരഫിൻ, ബിലോ ആയിരിക്കണം, പാരഫിൻ മെൽറ്റിംഗിന്റെ താഴിലായിരിക്കണം. ദാറ്റ് ഇസ് 5 to 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. യെസ്, ഡി ആണ് ആൻസർ വരിക. യെസ്, നെക്സ്റ്റ് നോക്കിയേ. The counter stain commonly used with hematoxylin. ഹെമറ്റോക്സിലിന്റെ കൗണ്ടർ സ്റ്റെയിൻ എന്താണ്? എന്തായിരിക്കും? പാസ് ആണോ, സിൽവർ സ്റ്റെയിൻസ് ആണോ, യോസിൻ ആണോ, അല്ലെങ്കിൽ സാഫ്രാനിൻ ആണോ? ഏതാണ്? യോസിൻ. ഇത് അറിയുന്നതാണല്ലേ. റുട്ടീൻ H&E സ്റ്റെയിൻസ്, ദാറ്റ് ഇസ് ഹെമറ്റോക്സിലിൻ ന്യൂക്ലിയർ സ്റ്റെയിൻ ചെയ്യുമ്പോൾ യോസിൻ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ EM സ്റ്റെയിൻ ചെയ്യും, എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് സ്റ്റെയിൻ ചെയ്യുന്ന ആളാണ്. Yes. Next one. Seale-Nielsen stain is used to detect. Seale-Nielsen stain use ചെയ്യുന്നത് എന്തിനാണ്? ഫംഗൈ ആണോ, അല്ലെങ്കിൽ ആസിഡ് ഫാസ്റ്റ് ബാസിലെ ആണോ, then സ്പൈറോകീറ്റ്സ് ആണോ, പാരസൈറ്റ്സ് ആണോ?
യെസ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സീൽ നീൽസൺ സ്റ്റെയിൻ. യെസ്, വെരി ഗുഡ്. ആസിഡ് ഫാസ്റ്റ് ബാസിലെ ആണല്ലേ? ആസിഡ് ഫാസ്റ്റ് ബാസിലെ. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആ ചോദിച്ചിട്ടുള്ളത് അല്ലെ? നമ്മളിപ്പം എന്താണ് ശ്രദ്ധിക്കാണ്ട് നിന്നാല് നിങ്ങൾ എന്തായാലും തെറ്റിക്കും. സോ ഓവർ കോൺഫിഡന്റ് ആവാൻ പാടില്ല. എളുപ്പമില്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നമ്മൾ നല്ല കോൺഫിഡൻസ് വേണം. ഓക്കെ, പക്ഷെ അത് ഓവർ കോൺഫിഡന്റ് ആവാൻ പാടില്ല. ഓക്കെ, സോ എല്ലാം ശ്രദ്ധിച്ച് കണ്ടും നോക്കിയും വേണം ചെയ്യാൻ. ഓക്കെ, സോ എക്സെപ്റ്റ്, നോട്ട്, ഓൾ ഓഫ് ദി എബവ് അങ്ങനെയൊക്കെ ഉണ്ടാവും. സോ അത് കണ്ടില്ല. ഓക്കെ, അങ്ങനെ വരാൻ പാടില്ല. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം, എന്നിട്ട് വേണം ആൻസർ ചെയ്യാൻ. നെക്സ്റ്റ് വൺ, പാസ് പോസിറ്റീവ് സബ്സ്റ്റൻസസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. എക്സെപ്ഷണൽ കേസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പാസ് പോസിറ്റീവ്. സോ ഞാൻ സൂം ലൈവില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ് പോസിറ്റീവ് ആയ സബ്സ്റ്റൻസിന്റെ കാര്യം. ഓക്കെ, സോ അത് പഠിച്ചു വെക്കണം. ടാബുലർ കോളംസ് ഒക്കെ എവിടെയെങ്കിലും ആയിട്ട് ഒന്ന് എഴുതി വെക്കണം. ഓക്കെ, ഇതിൽ എക്സെപ്റ്റ് എന്ന് ചോദിക്കുന്നത് ഗ്ലൈക്കോജൻ, ദെൻ ന്യൂട്രൽ മ്യൂസിൻ, ദെൻ സി ബേസ്മെന്റ് മെംബ്രെയിൻ ആൻഡ് ഡി ഹീമോഗ്ലോബിൻ. ഏതായിരിക്കും വരുക? യെസ്, ഏതായിരിക്കും? ഹീമോഗ്ലോബിൻ അല്ലെ? ഹീമോഗ്ലോബിൻ. ബാക്കിയൊക്കെ പാസ് പോസിറ്റീവ് ആണ്. യെസ്, വെരി ഗുഡ്. ഡി ആണ് വരുക. ഡി ആണ് വരുക. നെക്സ്റ്റ് വൺ, VVG, that is Virchow van Janssen stain is used for. എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു മോർണിംഗ് സെഷനിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റെറ്റിക്കുലിൻ ഫൈബേഴ്സിനാണോ, ദെൻ ഇലാസ്റ്റിക് ഫൈബേഴ്സിനാണോ, ദെൻ കൊളാജൻ ഫൈബേഴ്സ് ഓൺലി ആണോ, അല്ലെങ്കിൽ മൈലിൻ ആണോ? ഏതാന്ന്? VVG യൂസ് ചെയ്യുന്നത്. യെസ്, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇലാസ്റ്റിക് ഫൈബേഴ്സ് ആണ്. ശ്രദ്ധിക്കണം, റെറ്റിക്കുലിൻ അല്ല, ഇലാസ്റ്റിക് ഫൈബേഴ്സ് ആണ്. സോ ബ്ലാക്ക് കളർ കൊടുക്കുന്നത് അല്ലെ, ഇലാസ്റ്റിക് ഫൈബേഴ്സ്, ആൻഡ് കൊളാജൻ റെഡ് കളർ, ആൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഇസ് യെല്ലോ. ഓക്കെ, സോ VVG എന്ന് പറയുന്ന ഇലാസ്റ്റിക് ഫൈബേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ, ഫ്രോസൺ സെക്ഷൻ ഇസ് പ്രിഫേർഡ് ഫോർ ഓൾ എക്സെപ്റ്റ്. ഫ്രോസൺ സെക്ഷൻ ഇസ് പ്രിഫേർഡ് ഫോർ ഓൾ എക്സെപ്റ്റ്. എക്സെപ്ഷണൽ കേസ് ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ആർ റാപ്പിഡ് ഇൻട്രാ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ്, B lipid staining, C enzymes, histochemistry, D long term archiving of tissue. എന്തായിരിക്കും? Frozen section is preferred for all except. Yes, എന്തായിരിക്കും? സിമ്പിൾ അല്ലേ? ലോങ് ടേം ആർച്ചീവിംഗ് ഓഫ് ടിഷ്യൂ അല്ലെ? ഫ്രോസൺ സെക്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പോ അവർക്ക് ആ ഒരു എബിലിറ്റി ഇല്ല, കുറെ നാള് സ്റ്റോർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ല. ഓക്കെ, പാരഫിൻ ആണ് കൂടുതൽ നാള് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ബട്ട് ഫ്രോസൺ സെക്ഷൻ ലോങ് ടേം ആർച്ചീവിംഗ് ഓഫ് ടിഷ്യൂ പ്രിഫേർഡ് ഫോർ ഓൾ എക്സെപ്റ്റ്. ഓക്കെ, ഫ്രോസൺ സെക്ഷൻ എക്സെപ്ഷണൽ കേസ് വരുമ്പോൾ ഡി ആണ് വരിക. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓൾമോസ്റ്റ് എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് വൺ നോക്കാം. വിച്ച് ഈസ് എ മേജർ ഹെൽത്ത് ഹസാർഡ് ഇൻ ഹിസ്റ്റോളജി ലാബ്? മേജർ ഹെൽത്ത് ഹസാർഡ് ഏതാണ്? സൈലിൻ ആണോ, പാരഫിൻ വാക്സ് ആണോ, ഡിസ്റ്റിൽഡ് വാട്ടർ ആണോ, അല്ലെങ്കിൽ നോർമൽ സെലൈൻ ആണോ? ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. മേജർ ആയിട്ടുള്ള എന്താണ് ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്നത്? ഏതാ വരുക? സൈലിനാ വരുക. ഓക്കെ, സൈലിൻ എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക് ആണ്, ആൻഡ് ദേ ആർ ഫ്ലെയിമബിൾ. ഓക്കെ, ഈ ഫ്ലെയിമബിളും ഇൻഫ്ലെയിമബിളും ഒന്നാണോ? ഫ്ലെയിമബിളും ഇൻഫ്ലെയിമബിളും ഒന്നാണോ? ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഫ്ലെയിമബിളും ഇൻഫ്ലെയിമബിളും ഒന്നാണോ എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, ആൻസർ വരുന്നത് സൈലിൻ ആണ്. നെക്സ്റ്റ് വൺ, ദ കറക്റ്റ് ഡിസ്പോസൽ ഓഫ് ഫോർമാലിൻ കണ്ടെയ്നിങ് വേസ്റ്റ്സ്. യെസ്, ഫ്ലെയിമബിളും ഇൻഫ്ലെയിമബിളും ഒന്നാണ്. ഓക്കെ, അവര് ഒന്നാണ്, അവര് കത്തുന്ന അർത്ഥാന്നുള്ളത്. ഓക്കെ, ഹൈലി ഫ്ലെയിമബിൾ, ഹൈലി ഇൻഫ്ലെയിമബിൾ എന്നൊക്കെ പറഞ്ഞാല് തീ പിടിക്കും. ഓക്കെ, സോ അത് മാറിപ്പോവാൻ പാടില്ല. ഇങ്ങനത്തെ എന്താണ് വേസ്റ്റ് ഡിസ്പോസലും കാര്യങ്ങളും ഓക്കെ ബേസിക് ലബോറട്ടറി അതിലൊക്കെ വേണ്ടുന്ന ഒരു കാര്യമാണ്. സോ അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കറക്റ്റ് ഡിസ്പോസൽ ഓഫ് ഫോർമാലിൻ കണ്ടെയ്നിങ് വേസ്റ്റേഴ്സ്. നമുക്കറിയാം അല്ലെ, ഓരോരോ വേസ്റ്റ് ഡിസ്പോസൽ മസ്റ്റ് ആണ് നമ്മുടെ
ലാബിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. സോ ഫോർമാലിൻ കണ്ടെയ്നിങ് ആവുമ്പോൾ എന്താണ് pour directly into sink. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ബേൺ ഓപ്പൺലി ആണോ? അല്ലെങ്കിൽ ന്യൂട്രലൈസ് ആൻഡ് ഡിസ്പോസ് ആസ് കെമിക്കൽ വേസ്റ്റ് ആണോ? അല്ലെങ്കിൽ ത്രോ വിത്ത് ജനറൽ ഗാർബേജ് ആണോ? നമ്മൾ സാധാ ഗാർബേജ് പോലെ അങ്ങ് കളഞ്ഞാൽ മതിയോ? എന്താ ചെയ്യണ്ടേ? യെസ്, വെരി ഗുഡ്. നമ്മൾ എന്ത് ചെയ്യണം? ഫോർമാലിൻ പോലത്തതൊക്കെ ആവുമ്പം എന്താണ്, അവരെ ന്യൂട്രലൈസ് ചെയ്യണം. എന്നിട്ട് വേണം അവരെ എന്താണ് കെമിക്കൽ വേസ്റ്റ് അപ്പുറം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിട്ട്. സോ ഫോർമാലിൻ എന്ന് പറയുന്നത് ഭയങ്കര ഹസാർഡസ് ആണ്. സോ ദേ മസ്റ്റ് ബി ഹാൻഡിൽഡ് ആൻഡ് റെഗുലേറ്റഡ് വിത്ത് കെമിക്കൽ വേസ്റ്റ്. സോ ജനറൽ വേസ്റ്റിന്റെ കൂടെയല്ല, കെമിക്കൽ വേസ്റ്റിന്റെ കൂടെ ആയിരിക്കണം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Mercury pigment is associated with which fixative? Mercury pigment ഏത് ഫിക്സേറ്റീവ് ആണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഫോർമാലിൻ ആണോ, അല്ലെങ്കിൽ സെങ്കേഴ്സ് ഫ്ലൂയിഡ് ആണോ, ബോയിൻസ് ഫ്ലൂയിഡ് ആണോ, അല്ലെങ്കിൽ കാർണോയിസ് ഫ്ലൂയിഡ് ആണോ? സോ മെർക്കുറി പിഗ്മെന്റ് തെറ്റിക്കാൻ പാടില്ല. മെർക്കുറി പിഗ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. യെസ് യെസ്, എല്ലാവരും ഒരുപോലെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ബി, സെങ്കേഴ്സ് ഫ്ലൂയിഡ് ആണ്. സോ മെർക്കുറി ക്ലോറൈഡ് ദാറ്റ് കണ്ടെയ്ൻസ് containing fixative, സെങ്കർ എന്ന് പറയുന്നതാണ്, ദാറ്റ് പ്രൊഡ്യൂസ് ബ്ലാക്ക് ഗ്രാന്യൂൾസ് അല്ലെ, മെർക്കുറി പിഗ്മെന്റ്സ്. ഓക്കെ, ടിഷ്യൂസിൽ എന്താണ്, അങ്ങനെയാണ് അവര് കോസ് ചെയ്യുന്നത്, കാണുന്നത്, നമുക്ക് കാണപ്പെടുന്നത് ബ്ലാക്ക് പിഗ്മെന്റ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഗ്രാനുലർ മെർക്കുറി പിഗ്മെന്റ്സ് ഇൻ ടിഷ്യൂ. സെങ്കേഴ്സ് ആണ്, മറന്നു പോവാൻ പാടില്ല. ഓക്കെ ഓക്കെ, സോ നമ്മള് ഇന്ന് വരെ അല്ലെ, ഇന്ന് വരെ നമ്മളെ സൂം ലൈവ് ഉണ്ടായിരുന്നു. സോ അതിലൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ ടാബുലർ കോളം മസ്റ്റ് ആയിട്ട് എല്ലാവരും പഠിക്കണം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം, കുറെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴേ നമുക്ക് ആ ഒരു എന്താണ്, ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ പറ്റൂലോ. ഓക്കെ, സോ നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് ഇടുക. ഓക്കെ, കൂടുതൽ എന്താണ്, കൂടുതൽ സമയമെടുത്ത് ഇപ്പം ഒരു ട്രാക്കിൽ എത്തുന്നവരെ നിങ്ങൾ എന്തായാലും ടൈം എടുക്കേണ്ടി വരും. ഓക്കെ, കുറച്ച് ടൈം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ സെഷൻസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മൈക്രോബയോളജിയും പാത്തോളജി സെഷൻസ്, ഹിസ്റ്റോടെക്നോളജി സെഷൻസ് ഒക്കെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് വീക്കും നമ്മൾ ഇതുപോലെ ലൈവ് യൂട്യൂബ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ടൈം ആവുമ്പോൾ എന്തായാലും കറക്റ്റ് ആയിട്ട് തന്നെ വരുക. ഓക്കെ, സോ ഓക്കെ, താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.